ഷലോം. എല്ലാവരെയും മെനോറ ഹീബ്രു ബൈബിൾ സ്കൂളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപായിട്ട് കർത്താവിൻ്റെ പ്രിയപ്പെട്ട അഭിഷിക്തൻ പാസ്റ്റർ മെറോജ് എഡ്വേർഡ് കടന്നു വന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ച് നമുക്ക് ക്ലാസ് ആരംഭിക്കാവുന്നതാണ്. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് മനസ്സിൽ ലഭിച്ച സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നല്ല സമയത്തിനായിട്ട് ഞങ്ങൾക്ക് നന്ദി പറയുന്ന കർത്താവെ, കഴിഞ്ഞ ചില മാസങ്ങളായി ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ ഹീബ്രു ഭാഷ പഠിക്കുവാൻ ഞങ്ങൾക്ക് ഒരുക്കിയ അവസരങ്ങൾക്കായി ഞങ്ങൾക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഹൃദയസ്ഥമായി തീരുവാൻ, അതിനകത്തുള്ളതായ ക്രിസ്തുവിന്റെ വെളിപ്പാടുകളെ സ്വീകരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് മറിഞ്ഞു കിടക്കുന്ന ആ ക്രിസ്തു വെളിപ്പാടുകൾ കർത്താവ് ഓരോ അക്ഷരങ്ങളിലൂടെയും ഞങ്ങളുടെ ജീവിതത്തിൽ അത് വെളിപ്പെട്ട് വരുവാൻ ഞങ്ങൾക്കത് മനസ്സിലാക്കുക. ഞങ്ങളുടെ ശുശ്രൂഷകൾക്കകത്ത്, ഞങ്ങളുടെ പഠനങ്ങൾക്കകത്ത് അത് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിനകത്ത് ഒരു വലിയ വർധനവിന് ദൈവത്തിന്റെ ആത്മാവ് ഇതെല്ലാം കാരണമാക്കുന്ന കൃപകൾക്കായി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷ ക്ലാസ് എടുക്കുന്ന അലോഷ്യസ് സാറിനെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസനമേൽ കർത്താവ് കൊടുത്ത ദൈവിക ദർശനങ്ങൾക്കായി സ്തോത്രം, ദൈവിക കാഴ്ചപ്പാടുകൾക്കായി സ്തോത്രം. കർത്താവ് തിരക്കുകളിടയിലെല്ലാം കർത്താവെ സമയം കണ്ടെത്തി പഠിപ്പിക്കാൻ ആവശ്യമായിരിക്കും ദൈവകൃപയും ആഗ്രഹമെല്ലാം കർത്താവ് കൊടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രത്തിന്റെ എല്ലാം പ്രതിഫലങ്ങൾ കർത്താവ് നൽകി മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ഈ ക്ലാസ്സുകളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, ദൈവത്തിന്റെ വ്യാപ്തി അത് മുഖാന്തരം ഉണ്ടാകുവാൻ അങ്ങടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനമഹത്വം ഞങ്ങൾ അങ്ങ് തരികയാണ്. സകല ഞങ്ങൾക്ക് ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അമേൻ, അമേൻ, അമേൻ. ഇപ്പോ വളരെ സന്തോഷത്തോടെയുള്ളൊരു സായന്തനമാണ്. അനേക പ്രിയപ്പെട്ടവര് നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ കടന്നു വന്നിട്ടുണ്ട്. അമേരിക്കൻ ഭൂഖണ്ഡം, UK ഭൂഖണ്ഡം, അതേ കണക്ക് തന്നെ പല തരത്തിലുള്ള ക്ലാസ്സുകളിൽ നിന്നെല്ലാം കടന്നു വന്ന് നമ്മളിന്ന് ഒരുമിച്ച് ഒരിക്കൽ കൂടി നമ്മൾ പഠിക്കാനായിട്ടിരിക്കുന്നു. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ സമാധാനം, എപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഷലോം, ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ദേഹി ആത്മാവിൽ പകരട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. കാരണം ഇതാണ് ഈ ഷലോം എന്ന് ഒരു യഹൂദൻ മറ്റൊരു യഹൂദനെ കാണുമ്പോൾ അവർ സംസാരിക്കുമ്പോൾ ഷലോം എന്ന് പറഞ്ഞ് അഭിവാദനം ചെയ്യുമ്പോൾ ദേഹി ആത്മാവിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം പകരട്ടെ എന്ന് പറഞ്ഞുള്ള ആശംസ നൽകിയിട്ടാണ് അവർ അവരുടെ കാര്യങ്ങൾ അവർ ആരംഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ദേഹി ആത്മാവിൽ ദൈവം വലിയ വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ നമുക്കിത് പഠിക്കാൻ 3 അക്ഷരങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. ആ 3 അക്ഷരം എന്ന് പറയുന്നത് സൈൻ, ഹെത്ത്, ടെത്ത്. സൈൻ, ഹെത്ത്, ടെത്ത്. അപ്പോൾ ഞാനത് ഇവിടെ കാണിക്കാൻ പോവാണ്, നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യാൻ പോവാണ്. നമ്മളത് സൂക്ഷിച്ച് കണ്ട് പഠിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ ഞാനിത് അവിടെ ഷെയർ ചെയ്യാം. ഞാൻ ആദ്യം സോറി ആവുന്നില്ലല്ലോ, ഒരു മിനിറ്റ്. ഓക്കെ, ഞാൻ എടുത്തത് തെറ്റായി പോയി സജി പാസ്റ്ററെ. അതുകൊണ്ട് അത് മാത്രമല്ല, കുറച്ച് നമ്മൾ പറഞ്ഞത് വന്നതില്ല. ഓക്കെ, കുഴപ്പമില്ല, വരട്ടെ. അപ്പോ എല്ലാവർക്കും കാണാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ സൈൻ എഴുതിയിട്ടുണ്ട്, ഹെത്ത് എഴുതിയിട്ടുണ്ട്, ടെത്ത് എഴുതിയിട്ടുണ്ട്. നമുക്ക് ആദ്യം സൈൻ നോക്കാം. സൈൻ കണ്ടോ, അതെങ്ങനെയാണ് ഉച്ചരിക്കുന്നതെന്ന് ഞാൻ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. മത്സ്യത്തിന്റെ ആ തായും സായും കൂടെ കണക്ട് ചെയ്തിട്ടുള്ള അക്ഷരമാണ് സയ്യൻ. പക്ഷെ മലയാളത്തിൽ നമുക്ക് അങ്ങനെ ഒരു ഉച്ചാരണമാണ് കൊടുക്കാൻ കഴിയുന്നത്, സയ്യിൻ എന്നുള്ളത്. അപ്പോൾ അത് താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഏർലി ഹീബ്രുവില്, അതായത് വളരെ പ്രാചീനമായ എബ്രായ ഭാഷയിൽ അത് എഴുതുന്ന രീതി എൻ്റെ അത് കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മിഡിൽ ഹീബ്രുവിലും നിങ്ങൾക്കത് കാണുവാൻ കഴിയും. അത് ലേറ്റ് ഹീബ്രുവിലും കാണുവാൻ കഴിയും. അത് കണക്കിന് മോഡേൺ ഹീബ്രുവിലും. ഈ ഏർലി ഹീബ്രുവിലും മിഡിൽ ഹീബ്രുവിലും നിങ്ങൾ കാണുമ്പോൾ
എന്ത് രീതിയിലുള്ള ഒരു ചിത്രമാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് ഒരു എന്താണ്, നുകത്തിന്റെ ഒരു ഷേപ്പ് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഒരു നുകത്തിന്റെ ഷേപ്പ് അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്, സൈൻ എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ. അതിന്റെ ചിത്രാക്ഷരം എന്ന് പറയുന്നത് മാറ്റോക്ക്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ നുകം എന്നൊരർത്ഥമുണ്ട്, സോഡ് എന്നുള്ള അർത്ഥമുണ്ട്, വാൾ. അതേ കണക്ക് ഷാർപ്പ് വെപ്പൺ, മൂർച്ചയുള്ള ആയുധം എന്നൊരർത്ഥമുണ്ട്. ഇതിന്റെ മീനിങ്ങിൽ തന്നെ നമുക്ക് വെപ്പൺ എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്, എന്നാൽ മറ്റൊരു അർത്ഥം കൂടെ, ആഹാരം എന്നുള്ളൊരു അർത്ഥമുണ്ട്. കാരണം ഈ നുകം കൊണ്ട് ഉഴുതുക, അങ്ങനെ കാളകളെ കൊണ്ട് പൂട്ടി ഉഴുതു കഴിഞ്ഞാൽ അത് നമുക്ക് എന്താ കിട്ടുന്നേ? നമുക്ക് വയലുകളിലൊക്കെ പണിയെടുത്താൽ നമുക്ക് വിഭവസമൃദ്ധമായ ആഹാരത്തിനുള്ള ശേഷി നമുക്കുണ്ടാവുന്നു, അല്ലേ? പിന്നെ ആയുധം എന്ന് പറയുന്നത് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. ഓരോന്നും കട്ട് ചെയ്ത് ഷാർപ്പായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പല തരത്തിലുള്ള ആഹാരങ്ങളും ഒക്കെ നമുക്ക് ആവശ്യത്തിന് നമുക്ക് എന്ത് വേണം, നമുക്ക് ഷാർപ്പായിട്ട് കട്ട് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ മരങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഫലങ്ങൾ, ആ ഫലങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് വേണം എടുക്കാൻ. അതേപോലെ തന്നെ മാംസാദികളൊക്കെ നമുക്ക് അല്ലേ, നമ്മൾ കട്ട് ചെയ്തിട്ടല്ലേ എടുക്കുന്നത്. അപ്പൊ അതിനൊക്കെ ഉപയോഗിക്കുന്ന വളരെ ഷാർപ്പ് കട്ട് ചെയ്തെടുക്കുന്ന ഒരു അർത്ഥം കൂടി അതിനുണ്ട്. പിന്നെ നറിഷ് ചെയ്യുക, ഇത് എന്താ പറയാ, നമുക്ക് ആവശ്യമുള്ള നറിഷ്മെന്റ്. മലയാളം എന്താണ്? ജീവനോപാധിയായിട്ടുള്ള നമുക്ക് ആഹാരം കഴിക്കുമ്പോൾ കിട്ടുന്ന ഫലങ്ങൾ, ആ നറിഷ്മെന്റ്സ്, അതിൻ്റെ ഒരു അർത്ഥം കൂടി അതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഇത് 7ാമത്തെ ലെറ്ററാണ്. നമ്മൾ 6ാമത്തെ ലെറ്റർ പഠിച്ചപ്പോൾ എന്താണ് പഠിച്ചത്? വാവ് എന്ന് പഠിച്ചു, അല്ലേ? മനുഷ്യൻ എന്നുള്ളൊരു അർത്ഥം പഠിച്ചു. അപ്പൊ മനുഷ്യൻ ഒരു വെപ്പൺ യൂസ് ചെയ്യുന്നു. ഓക്കെ, നമുക്കതിൻ്റെ ആത്മീയ തലത്തിലേക്ക് പോകുമ്പോൾ വെപ്പൺ അതിൽ വേറൊരു കാര്യമായിട്ട് മാറും. അതേപോലെ ഇതിന്റെ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 7 എന്നാണ്. അപ്പൊ ആലഫ് ബെയ്ത്തിന്റെ ആ അക്ഷരക്രമത്തിന്റെ ഓർഡറിൽ ഇത് 7ാമത്തെ അക്ഷരമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ 7ന് ഒരുപാട് തരത്തിലുള്ള ഒരു പ്രത്യേകതകളുണ്ട്, അല്ലേ? അപ്പോൾ നമുക്ക് അതിന്റെ ചിത്രം നോക്കുമ്പോൾ ഇവിടെ ഒരു വാളിന്റെ പടം, ഒരു ക്ലോക്കിന്റെ അകത്ത് ഒരു വാളിന്റെ പടം വെച്ചിട്ടുണ്ട്, അല്ലേ? ആ ക്ലോക്കിനും വാളിനും ഒക്കെ ഒരുപാട് അർത്ഥമുണ്ട്. ആ ആ വാളിന്റെ അകത്ത് എഴുതിയിരിക്കുന്നതിന്റെ കിരീടത്തിന്റെ ആ ഒരു കിരീടമുണ്ട്. അതിൻ്റെ അകത്ത് എബ്രായ പദത്തിൽ യേശുവ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ആ വാളിന്റെ ആ പിടി കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് കാണുന്നത് യേശുവ ഓഫ് നസറേത്ത്, അതിന്റെ താഴെ കിങ് ഓഫ് ദ ജൂസ് എന്നുണ്ട്. പിന്നെ അതിന്റെ താഴെയാണ് ഒരു വാള് കാണിച്ചിരിക്കുന്നത്. ഇത് ആത്മീയ തലത്തിൽ ആത്മീയമായ മർമ്മങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ചിത്രമായതുകൊണ്ടാണ് ഞാനിവിടെ അത് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ താഴെ തന്നെ കുറേ വാക്കുകളുണ്ട്. ബ്ലസ്സിങ് എന്നുണ്ട്, റെസ്റ്റ് എന്നുണ്ട്, കംപ്ലീഷൻ എന്നുണ്ട്, ഷവൂത്ത് എന്നുണ്ട്, പിന്നെ ശബത്ത് എന്നുണ്ട്, പിന്നെ മില്ലീനിയം ഓഫ് കിങ്ഡം എന്നുണ്ട്. ഇതിന്റെയൊക്കെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? അതിന് ഒരുപാട് തരത്തിലുള്ള ആത്മീയമായ അർത്ഥമുണ്ട്. ആ അർത്ഥത്തിലേക്ക് നമുക്ക് പതുക്കെ പതുക്കെ നമുക്ക് താഴ്ത്താം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ നോട്ടിൽ എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ വില അല്ലെങ്കിൽ ഗമറ്റേറിയ വാല്യൂ 7 എന്നാണ്. ശബ്ദം എന്നാണ്. ഞാൻ എപ്പോഴും പറയാം, നമ്മൾ 4 കാര്യങ്ങൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് എബ്രായ വിദ്യാർത്ഥികൾ ഓർത്തിരിക്കണം. വില, ശബ്ദം, ചിത്രാക്ഷരം, അർത്ഥം. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു വാക്ക്, ഇപ്പം നാളെ നിങ്ങൾ ഒരു ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഞാൻ ഈ അക്ഷരം 22 അക്ഷരം പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ആദ്യത്തെ അസൈൻമെന്റ് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഷാലോം ഗ്ലോബൽ ഫാമിലി മിനിസ്ട്രീസിന്റെ പാസ്റ്ററായിട്ടുള്ള സജി പാസ്റ്ററിനാണ് ഞാൻ ആദ്യത്തെ അസൈൻമെന്റ് കൊടുക്കുന്നത്. അസൈൻമെന്റ് ഷലോം എന്നാണ്. അത് എനിക്ക് ഡീകോഡ് ചെയ്ത് എനിക്ക് അയച്ചു തരണം, എന്താണ് ഷാലോം എന്നുള്ളത്. ഓക്കെ, ഞാൻ അതിന് വെയിറ്റ് ചെയ്യാണ്. കാരണം ഞാൻ തുടക്കത്തെ മുതലേ ഷാലോം ഷാലോം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് സജി പാസ്റ്റർ അത് ചെയ്തു തരണം. ഓക്കെ.
അപ്പോ ഇതിന്റെ വില 7. ശബ്ദം സ എന്നാണ്. ചിത്രാക്ഷര ശബ്ദാർത്ഥം ആയുധം വെപ്പൺ എന്നാണ്. അതേപോലെ അതേ കണക്ക് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നറിഷ്മെന്റ് എന്നുണ്ട്, ഫുഡ് എന്നുണ്ട്, കട്ടെന്നുണ്ട്, ഷാർപ്പിലി കട്ടെന്നൊക്കെ ഒരു അർത്ഥമുണ്ട്. നിങ്ങൾ അത് എഴുതി വെക്കണം. അതേപോലെ തന്നെ അർത്ഥം ആയുധം നുകം എന്നൊരർത്ഥമുണ്ട്. ആയുധം നുഖം എന്നൊരർത്ഥമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾ മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ in modern Hebrew the letter Zion can appear in 3 forms: book print, manual print and cursive print. അപ്പോൾ ഈ മാനുവൽ പ്രിന്റും ആ ബുക്ക് പ്രിന്റും ആണ് നമുക്ക് വേണ്ടുന്നത്. ആ മേളിൽ ഒരു യഥാർത്ഥത്തിൽ ഒരു ടി പോലെയാണ് എഴുതേണ്ടത്. പക്ഷെ അതിൻ്റെ ആ മേളിലത്തെ ഫസ്റ്റ് സ്ട്രോക്ക് ഒരു സ്ലൈറ്റ് ആയിട്ട് ഒരു താഴോട്ട് വരയ്ക്കണം. എന്നിട്ട് അതിൻ്റെ ലെഫ്റ്റ് ടു റൈറ്റ് ആയിട്ട് അത് താഴോട്ട് ഒരു വര വരയ്ക്കണം. ഇത്രയും വര വരച്ചാൽ മതി. അതൊരു സൈൻ എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൽഫബത്തിലെ ന്യൂമറിക്കൽ വാല്യൂ ഉള്ള ആ പാറ്റേണിലും 7 ആണ് വരുന്നത്. ആൽഫബത്തിന്റെ ആ പാറ്റേണിലും 7 ആണ് വരുന്നത്. ഇതൊരു വാളിന്റെ രൂപത്തിലാണ് നമുക്ക് നോക്കിക്കാണുന്നത്. അപ്പോൾ ക്ലാസിക്കൽ ഹീബ്രുവിന്റെ ആ സ്ക്രിപ്റ്റിന്റെ കൺസ്ട്രക്ഷനിലെ ഇതിന് ഒരു കൺസ്ട്രക്ഷൻ ഓഫ് വാവ്, അതായത് ഒരു ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എബ്രായ അക്ഷരങ്ങള് മറ്റ് എബ്രായ അക്ഷരങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആണെന്ന്. അപ്പൊ ഇവിടെ ഒരു വാവ് ഉണ്ട്, കണ്ടോ? ഈ നീളത്തിൽ കിടക്കുന്ന അക്ഷരം എന്താ? വാവാണ് അല്ലേ? അതിന്റെ മേളിൽ എന്താ? ഒരു സ്ട്രോക്ക് വരച്ചു, കണ്ടോ? ഒരു സ്ട്രോക്ക്, ഒരു ക്രൗൺ വരച്ചു. ഈ ക്രൗൺ വരച്ചിട്ട് ആ ക്രൗണിൽ ഇങ്ങനെ നിങ്ങൾക്ക് ബൈബിളിൽ കാണാൻ പറ്റും. ചില എബ്രായ ബൈബിളിൽ നിങ്ങൾക്ക് അക്ഷരങ്ങളെ ഇങ്ങനെ ക്രൗൺ ആയിട്ട് കാണാൻ കഴിയും. അത് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ചില അക്ഷരങ്ങളെ ക്രൗൺ ആയിട്ട് കാണാൻ കഴിയും, ചില അക്ഷരങ്ങളെ വലിയ അക്ഷരമായിട്ട് കാണാൻ കഴിയും. അതിനൊരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിലെ ബറഷീത്ത് എന്ന് വായിക്കുന്നതിന്റെ ആ ബാ എന്ന് പറയുന്നത് വലിയ ബാ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഭവനം എന്നൊരർത്ഥമുണ്ട്, സ്വർഗം എന്നൊരർത്ഥമുണ്ട്, ദൈവത്തിന്റെ ആലയം എന്നുള്ളൊരു ആത്മീയ അർത്ഥമുണ്ട്. അപ്പോ ആ അർത്ഥത്തിലൊക്കെയൊക്കെയാണ് അത് വെക്കുന്നത്. അപ്പോൾ ഇവിടെ കിരീടം ചൂടി നിൽക്കുന്ന ഒരു സൈൻ ആണ് നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ കിരീടം ചൂടി നിൽക്കുന്ന സൈൻ ആരാണ്? പുതിയ നിയമ വിശ്വാസികൾക്ക്, അല്ലെങ്കിൽ പുതിയ നിയമം വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ആർക്ക് എന്താണ്? നമ്മുടെ വാഴ്ത്തപ്പെട്ട യേശു കർത്താവിനെയാണ് സൈനായിട്ട് കാണിക്കുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, നമുക്ക് ഇത്രയുമാണ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമുക്കിനി നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോ നിങ്ങൾക്ക് എല്ലാവരും നോട്ട്ബുക്കിലോട്ട് എഴുതിക്കോ, ദ ക്രൗണ്ട് സോഡ് ഓഫ് ദ സ്പിരിറ്റ്. അതായത് ദ ക്രൗണ്ട്, കിരീടം ചൂടിയ, മൂർച്ചയുള്ള വാളുള്ള ആത്മാവ്. അപ്പോൾ പിക്ടോഗ്രാഫിക് മീനിങ് എന്ന് പറഞ്ഞിട്ടുള്ള പേജിലാണ് നമുക്ക് എഴുതേണ്ടത്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഓർഡർ അറിയാമല്ലോ. അപ്പോൾ 1 പിക്ടോഗ്രാഫിക് മീനിങ് സിമ്പൽ. അപ്പോൾ പുരാതനമായ ലിപി അക്ഷരത്തിൽ സൈൻ ഒരു ആയുധം ആയിട്ടാണ് നാം നോക്കിക്കാണുന്നത്. ആയുധം എന്ന് പറയുമ്പോൾ ഒരു വാള്, ഒരു കുന്തം അല്ലെങ്കിൽ ബ്ലേഡ് എന്നുള്ള ആ തരത്തിലേക്കൊക്കെയാണ് നമ്മൾ അതിനെ നോക്കിക്കാണുന്നത്. ഇറ്റ് കം ഫ്രം ദ റൂട്ട് ഓഫ് നിയാസ്. നിയാസ് എന്ന് പറഞ്ഞ ഒരു മൂലപദത്തിൽ നിന്നാണ് സൈൻ എന്നുള്ള വാക്ക് അല്ലെങ്കിൽ വാക്ക് രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ടു ആം, ടു എക്വിപ്പ്, സജ്ജമാക്കുക, തയ്യാറെടുക്കുക എന്നുള്ള അർത്ഥമാണ് അതിന് ആ പദത്തിന്റെ അർത്ഥം. നിയാസ്, NIYAZ, നിയാസ്. നുൻ, യോദ്,
സൈൻ, ഇത് മൂന്നും കൂടെ എഴുതുമ്പോഴാണ് നിയാസ് എന്ന് പറയുന്നത്. നുൻ, യോദ്, സൈൻ, ഇത് മൂന്നും കൂടെ എഴുതുമ്പോഴാണ് നിയാസ് എന്ന് പറയുന്നത്. അതായത് സോഫീത്ത് നുന്നാണ് നിയാസിന് എഴുതുന്നത്. ഓക്കെ, അത് ഞാൻ പഠിപ്പിക്കാം. എന്താണ് സോഫീത്ത് നുൻ എന്താണെന്ന് പറയാം. അപ്പോ ഓക്കെ, spiritually it symbolizes the word of the spirit that defends truth and cut through illusions. ആത്മീയമായിട്ട് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് the word of the spirit, the sword of the spirit, ആത്മാവിന്റെ ഈ വാള് സത്യമായിട്ട് നിൽക്കുകയും ജഡികമായി ഉയർന്നു വരുന്ന എല്ലാ അബോധപരമായ ചിന്തകളെയും നശിപ്പിച്ച് കളയും എന്നുള്ളൊരു അർത്ഥം, ആത്മീയമായ അർത്ഥം ഇതിനുണ്ട്. അപ്പോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അക്ഷരമാണ് സൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പേജ് നമുക്കെടുക്കാം. മാത്തമാറ്റിക്കൽ നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്ന ആ പേജ് എടുത്ത്, രണ്ടാമത്തെ പേജ് എടുത്തിട്ട് നമ്പർ ഗ്രമറ്റേറിയ വാല്യൂ ഓഫ് സയൻ ഇസിക്കൽ ടു 7. അപ്പോ 7 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഉയർന്നു വരുന്ന ചിന്ത എന്താണ്? ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, 6-ാം ദിവസം മനുഷ്യനെ ഉണ്ടാക്കി, 7-ാം ദിവസം ദൈവം സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചു, സബത്തിലേക്ക് പ്രവേശിച്ചു. അപ്പൊ 7 എന്ന് പറയുന്ന ഒരു പൂർണ്ണതയുള്ള നമ്പറാണ് അല്ലെ, എല്ലാവർക്കും അറിയുന്ന നമ്പറാണ്. 7 എന്ന് പറയുന്നത് മറ്റൊരർത്ഥമുണ്ട്, ഉടമ്പടി എന്നൊരർത്ഥമുണ്ട്. അപ്പോ സൈൻ ഇസിക്കൽ ടു 7, ദ നമ്പർ ഓഫ് ഡിവൈൻ കംപ്ലീഷൻ. അതായത് വളരെ പരിശുദ്ധമായ, വിശുദ്ധമായ, ദിവ്യമായ സകലത്തിന്റെയും പൂർത്തീകരണത്തിന്റെ ഒരു അടയാളമാണ് 7. അതേപോലെ വിശ്രമം എന്നുള്ളതിൻ്റെ ഒരു അടയാളമുണ്ട്. അതേപോലെ തന്നെ ഉടമ്പടി എന്നുള്ള ഒരർത്ഥമുണ്ട്. നമ്മൾ കാണാൻ കഴിയും ആഫ്റ്റർ 6 days ഓഫ് വർക്ക്, അതായത് ആഫ്റ്റർ 6 days, 6-ാം ദിവസം, ആ 6-ാം ദിവസത്തിലുള്ള എല്ലാ പണികളും പൂർത്തിയാക്കിയിട്ട് 7-ാം ദിവസത്തിലേക്ക് ഒരു വലിയ ശബത്തിലേക്ക് കടന്നു. അതിനെ നമുക്ക് ഇങ്ങനെ വിളിക്കാം, റെസ്റ്റ് ആഫ്റ്റർ വാർ, പീസ് ആഫ്റ്റർ സ്ട്രൈവിങ്. അതായത് എല്ലാത്തിൻ്റെയും ഒരു സമാധാനം, ഒരു ശാന്തത ഒക്കെയാണ് അവിടെ അത് കാണിക്കുന്നത് 7 എന്നുള്ളതിൽ. The numerical link shows that true victory is rest. അതായത് ഈ ന്യൂമറിക്കൽ വാല്യൂവിന്റെ അർത്ഥം കാണിക്കുന്നത് പൂർണ്ണമായ ഒരു ജയത്തെക്കുറിച്ച് കാണിക്കുന്നു. When the sword is sheathed because the battle is won. അതായത് നമ്മൾ ഈ യുദ്ധത്തിലൊക്കെ പോകുമ്പോൾ എല്ലാ ഇതും കഴിഞ്ഞിട്ട് ഇങ്ങനെ ആ വാൾ ഉയർത്തി പിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഞാൻ സകലതും ജയിച്ചു എന്നൊരു കാണിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു അർത്ഥമുണ്ട്, സകലതും പൂർത്തീകരിച്ചു, സകലതും നേടി, സകലതും പുനഃസ്ഥാപിച്ചു, സകലതും എല്ലാത്തിന്റെയും സമാപ്തിയിലേക്ക്, സ്വസ്ഥതയിലേക്ക് നിർത്തി എന്നുള്ള ഒരു വലിയൊരു കാഴ്ചപ്പാട്, ഒരു അർത്ഥം 7 എന്നുള്ള സംഖ്യയിലുണ്ട്. നമ്മൾ ഇതിന്റെ വളരെ 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 ആഴത്തിലുള്ള വിശദീകരണങ്ങളുണ്ട്. നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവിടം വരെ നമുക്ക് നിൽക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ നേരത്തെ കൂട്ടിയൊക്കെ എപ്പോഴും ക്ലാസ്സിൽ പറയുന്ന പോലെ അടുത്ത വർഷം ഒരു കൊല്ലത്തെ ക്ലാസ് ആണ്. അപ്പൊ അതിൻ്റെ അകത്ത് 7-നെ കുറിച്ചിട്ടുള്ള ആത്മീയ മർമ്മങ്ങൾ നമുക്ക് അതിൽ സംസാരിക്കാവുന്നതാണ്. അടുത്ത 3-ാമത്തെ പേജ് എടുത്തിട്ട് നിങ്ങൾ പ്രോഫറ്റിക് ലെയേർഡ് മീനിങ് അല്ലെങ്കിൽ പ്രാവചനികമായ അർത്ഥഘടനകൾ എന്നുള്ള, അല്ലെങ്കിൽ പ്രാവചനിക അർത്ഥം എന്ന് എഴുതിക്കും. ദ വാരിയർ ഓഫ് പീസ് എന്നൊരു ടൈറ്റിൽ എഴുതിക്കും. ദ വാരിയർ ഓഫ് പീസ്, അതായത് സമാധാനത്തിന്റെ പോരാളി. The sword of Zion doesn't destroy for chaos. അതായത് കെയോസിന് വേണ്ടിയിട്ട്, അതായത് ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സൈൻ വാളെടുത്ത് നശിപ്പിക്കുന്ന ഒരു ഇതല്ല.
പകരം ഇറ്റ് കട്ട്സ് ടു സെപ്പറേറ്റ് ദ ഹോളി ഫ്രം ദ പ്രൊഫെയിൻ. അവിശുദ്ധമായതിൽ നിന്നും വിശുദ്ധിയെ വേർതിരിച്ചു മാറ്റുന്ന ഒരു വാളാണ് സൈൻ. അതേപോലെ തന്നെ നമുക്ക് ഒരു പോയിന്റും കൂടെ ഉണ്ട്, വളരെ ബ്രൈഡ് ഗ്രൂംസ് വെപ്പൺ. ബ്രൈഡ് ഗ്രൂംസ് വെപ്പൺ, ദ ഹീബ്രു വേർഡ് ഫോർ ബ്രൈഡ് ഈസ്, ഇവിടെ നമുക്ക് ഹീബ്രു ഇതിൽ തന്നെ നമുക്ക് ബ്രൈഡിനെയും ബ്രൈഡ് ഗ്രൂമിനെയും നമുക്കൊരു ഒരു പോരാളിയുടെ ഒരു രൂപമായിട്ട് നമുക്ക് കാണുവാൻ പറ്റും. അവിടെ എന്ന് പറയുന്നത് ഫോർ ലവ് ഇറ്റ് സെൽഫ് ഇസ് എ കവനന്റ് വാർ ഫോട്ട് ഇൻ സ്പിരിറ്റ്. ഇവിടെ അത് അർത്ഥമാക്കുന്നത് അവരുടെ ഭാര്യയും ഭർത്താവിന്റെയും ആ നിർമ്മലമായ സ്നേഹം കൊണ്ട് അവരിലേക്ക് ആഞ്ഞടിക്കുന്ന സകല തരത്തിലുള്ള യുദ്ധങ്ങളെയും അവർക്ക് ഒരുമിച്ച് നിന്ന് പൊരുതുവാൻ കഴിയും എന്നുള്ളതാണ്. ഇത് തന്നെയാണ് നമുക്ക് നമ്മുടെ വിശുദ്ധ വേദ പുസ്തകത്തിലും കാണുവാൻ കഴിയുന്നത്. നമ്മുടെ മണവാളൻ നമ്മളെ ചേർക്കുമ്പോൾ, നമ്മൾ മണവാട്ടിയും മണവാളനും ഒരുമിച്ചായിരിക്കുമ്പോൾ സകലത്തെയും എതിർത്ത് തോൽപ്പിക്കും. ഇത് സഭയും യേശു കർത്താവും ഒരുമിച്ച് നിന്ന് സകല അന്ധകാര ശക്തികളെയും തൂത്ത് എറിഞ്ഞ് സകല ദുഷ്ടതകളെയും കളഞ്ഞ് എന്നേക്കുമായി രാജാവിന്റെ സിംഹാസനത്തിൽ സഭയും യേശു കർത്താവും ഒരുമിച്ചിരിക്കുന്ന ഒരു വലിയ ദർശനം ആണ് മുന്നോട്ട് വെക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത പോയിന്റ്, യേശുവ ആസ് സൈൻ. നമ്മുടെ യേശു കർത്താവിനെ നമുക്ക് സൈനായിട്ട് കാണുവാൻ പറ്റും. എബ്രായ ലേഖനം 4:12, ഹി ഈസ് ബോത്ത് ദ വേർഡ് ആൻഡ് ദ സോഡ് ഷാർപ്പർ ദാൻ എനി ടു എഡ്ജ്ഡ് സോഡ് എന്ന് നമുക്ക് വായിക്കാൻ പറ്റും. അതായത് ആ വേദഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ പറയാം, നമ്മുടെ യേശു കർത്താവ് ദൈവത്തിന്റെ വചനവുമാണ്, അതേപോലെ തന്നെ ഇരുതല വാളിന്റെ മൂർച്ച പോലെയുള്ള വാളും കൂടിയാണ്. വെളിപ്പാട് പുസ്തകം 19:15 നമുക്കത് കാണുവാൻ കഴിയും. At his mouth goes forth a sharp sword. മൂർച്ചയുള്ള വാള് പോലെയാകുന്നു മഹത്വപ്പെട്ട ദൈവകർത്താവിന്റെ നാവ് എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റ്, ദ സബത്ത് കണക്ഷൻ എന്നൊരു ടൈറ്റിൽ എഴുതാം. സബത്തിന്റെ ബന്ധം. സൈൻ ലീഡ്സ് ഡയറക്ട്ലി ടു സബത്ത്, ദ സെവൻത് ഡേ. അതായത് സബത്ത്, സൈൻ മുന്നോട്ട് നമ്മളെ കാണിക്കുന്നത് സബത്ത് എന്ന് പറഞ്ഞ 7ാമത്തെ ദിവസമാണ്. അതായത് 6 ദിവസം മനുഷ്യൻ ഭൂമിയിൽ പണിയെടുക്കണം. ഇറ്റ് ഇസ് എ സോഡ് ദാറ്റ് കട്ട് ഓഫ് ലേബർ സോ വി ക്യാൻ റെസ്റ്റ്. അതായത് 7ാം ദിവസം എന്ന് പറയുന്നത് നമ്മൾ സകല ജോലികളിൽ നിന്നും പിൻവാങ്ങി 7ാം ദിവസം നമ്മൾ സ്വസ്ഥതയിലേക്ക് നിൽക്കുക എന്നുള്ള ഒരു വലിയൊരു ആത്മീയ അർത്ഥവും കൂടി അതിലുണ്ട്. ഇനി അടുത്തത് 4ാമത്തെ പേജ് എടുക്കണം. സ്പിരിച്വൽ, ആത്മീയമായ അർത്ഥം. സ്പിരിച്വൽ ആൻഡ് സ്ക്രിപ്ചർ ആൻഡ് ക്രിയേഷൻ എന്നുള്ളത്. അപ്പൊ ക്രിയേഷന്റെ പാറ്റേൺ നമുക്ക് നോക്കാം. 6 days God worked and the 7th he rested, not from the weariness but from the completion. ഇപ്പോ പണ്ടൊക്കെ ഞാനിങ്ങനെ വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ബൈബിൾ വായിക്കുമ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവ് ദൈവമായ പിതാവ് ഈ 6 ദിവസവും പണിയെടുത്തിട്ടാണ്, ക്ഷീണിച്ചിട്ടാണ് 7ാം ദിവസം ആ റെസ്റ്റിലേക്ക് പോയതെന്ന്. അപ്പം അതല്ല, ഞാൻ വളർന്നു വന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ മനസ്സിലാക്കിയത് അങ്ങനല്ല. ഈ 6 ദിവസം ദൈവപിതാവ് സൃഷ്ടികൾ ഇങ്ങനെ നടത്തിയിട്ട് 7ാം ദിവസം അതിനെ പൂർണ്ണതയിലേക്ക്, ആ സ്വസ്ഥതയിലേക്ക് സകലതും പൂർത്തീകരിച്ചതിന്റെ ഫലമായിട്ട് സ്വസ്ഥത, നിത്യമായ വിശ്രമത്തിലേക്ക് കടന്നു. അതാണ് അവിടെ കാണിക്കുന്നത്. ഇതിന് ആത്മീയമായ മറ്റൊരു അർത്ഥം കൂടി ഉണ്ട്. അതേപോലെ തന്നെ മറ്റൊരർത്ഥം
സൈൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു അക്ഷരത്തിന്, അല്ലെങ്കിൽ ആ ഒരു ഇതിന് സ്പിരിച്വൽ വാർഫെയർ എന്നൊരു അർത്ഥം കൂടെ. സ്പിരിച്വൽ വാർഫെയർ. ദ സൈൻ ഈസ് ദ ഡിവൈൻ വെപ്പൺ അഗെയിൻസ്റ്റ് ദ ഡാർക്ക്. അപ്പോൾ സൈൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആത്മീയമായ ആയുധം അന്ധകാര ശക്തിക്കെതിരെയുള്ള ആയുധമാണ്. അത് ദൈവത്തിന്റെ വചനമാണ്, പ്രാർത്ഥനയാണ്, ആരാധനയാണ്, വിശ്വസ്തമായ ഉടമ്പടിയിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. കുറച്ചും കൂടി ആഴത്തിലുള്ള ഒരു അർത്ഥവും കൂടി ഞാനിവിടെ പറയാം. Sign teach us to fight with peace, to wage war by standing in divine rest. നമ്മുടെ വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്നറിയുവിൻ. ബി സ്റ്റിൽ ആൻഡ് നോ ദറ്റ് ഐ ആം ഗോഡ്. ഇതാണ് യഥാർത്ഥ സൈന്റെ ഒരു യുദ്ധം എന്ന് പറയുന്നത്. അതായത് നമ്മളെ പഠിപ്പിക്കുന്നത് ഇത്ര മാത്രമാണ്, നമ്മൾ സമാധാനത്തിലിരുന്ന് യുദ്ധം ചെയ്യുക എന്നുള്ളത്. ഒരു യുദ്ധത്തിലും ഒരു യുദ്ധതന്ത്രത്തിലും ഇങ്ങനെ ഒരു കാര്യമില്ല. ലോകത്ത് നടക്കുന്ന ഒരു യുദ്ധത്തിലും ഇങ്ങനെ ഒരു യുദ്ധതന്ത്രമില്ല. അതായത് മിണ്ടാതെ ഇരുന്ന്, നിശബ്ദമായിരുന്ന്, ദൈവത്തിന്റെ സ്വസ്ഥതയിലിരുന്ന്, ദൈവത്തിന്റെ ആ പ്രകാശത്തിലിരുന്ന്, ദൈവത്തിന്റെ കരുണയിലിരുന്ന്, ദൈവമെന്നറിഞ്ഞ്, ദൈവത്തെ സ്തുതിച്ച്, ദൈവത്തെ ആരാധിച്ച്, ദൈവവുമായിട്ട് അലിഞ്ഞു ചേർന്ന്, ദൈവത്തോട് പ്രാർത്ഥിച്ച്, ദൈവത്തിന്റെ വചനവുമായി ചേർന്നിരുന്നു കൊണ്ട് നമ്മൾ ഒരു യുദ്ധം ചെയ്യുന്നു. ഈ യുദ്ധം മറ്റാരും കാണുന്നില്ല. നമ്മളൊരു മുറിയിൽ നിശബ്ദമായിരുന്ന് നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ദൈവവുമായിട്ടുള്ളൊരു ബന്ധം, ആ ബന്ധത്തിൽ ഒരു യുദ്ധം നടക്കുന്നു. ആരും കാണാത്തൊരു നിശബ്ദമായ യുദ്ധം. ഈ യുദ്ധമാണ് ഇതിന്റെ ആത്മീയമായ അർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മുടെ വേദപുസ്തകത്തിൽ പറയുന്നു, നമുക്ക് ജഡരക്തങ്ങളോടല്ല നമ്മുടെ യുദ്ധം എന്ന് പറയുന്നത്. നമുക്ക് പോരാട്ടമുള്ളതോ വാഴ്ചകളോടും അന്ധകാര ശക്തികളോടും മാത്രം. ഹല്ലേലൂയ. അപ്പോ അടുത്ത പേജ് എടുത്തിട്ട് നിങ്ങൾക്ക് തിരുവചനത്തിന്റെ പ്രതിധ്വനികൾ എന്നുള്ള ഒരു ടൈറ്റിൽ കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഉൽപ്പത്തി പുസ്തകം 2 അധ്യായം 2-ാം അധ്യായം 2 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്യം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. മനുഷ്യൻ ഇങ്ങനെ സൃഷ്ടിച്ചിട്ട് കഴിഞ്ഞിട്ട് ആ ഒന്നാമത്തെ 2-ന്റെ 1 കഴിഞ്ഞിട്ട് 2, 3 ഇങ്ങനെയാണ്. ഓൺ ദ 7th day, 7-ാം ദിവസം ദൈവം സകല പ്രവർത്തികളിൽ നിന്നും വിരമിച്ചിട്ട് ദൈവം സ്വസ്ഥതയിലേക്ക്, സബത്തിലേക്ക് കടന്നു. എഫേഷ്യൻസ് 6-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്ക്, ടേക്ക് ദ സോർഡ് ഓഫ് ദ സ്പിരിറ്റ് വിച്ച് ദ വേർഡ് ഓഫ് ദ ഗോഡ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ്. അതേപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 1-16, എബ്രായർക്ക് എഴുതിയ ലേഖനം 4-12. ഇതെല്ലാവരും നോട്ട്ബുക്കിൽ എഴുതേണ്ടതാണ്. അപ്പോ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, സയൻ ഇസ് ദ ക്രൗൺഡ് സോർഡ്. ഒരു കിരീടം ധരിച്ച വാളാകുന്നു സയൻ. ദ വെപ്പൺ ഓഫ് പീസ്, സമാധാനത്തിന്റെ ആയുധം. ദ 7th seal ഓഫ് ദ വിക്ടറി, വിജയത്തിന്റെ 7-ാം മുദ്ര. സയൻ നമ്മളെ വിളിക്കുന്നു എന്തിനായിട്ടാണ്? യുദ്ധം ചെയ്യുവാനല്ല. യുദ്ധം ദൈവത്തിനുള്ളതാണ്. നമുക്ക് ദൈവത്തിനോടൊപ്പം ആ ദൈവത്തിന്റെ കൃപയിൽ വസിക്കുവാനും സ്വസ്ഥതയിൽ നിൽക്കുവാനുമാണ്. ഇപ്പോ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സകല യുദ്ധങ്ങളും കഴിഞ്ഞു, സകലത്തിനും വിജയക്കൊടി നാട്ടി നമ്മുടെ അടുത്തേക്ക് നിൽക്കുന്നതായിട്ടാണ്. ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് എന്താണ്? ആ ദൈവത്തിന്റെ വചനമാകുന്ന ആ സയൻ വാള്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം, നമ്മളത് കരങ്ങളിലേക്ക് ഏറ്റിട്ട് നമ്മുടെ ആ മാംസ പലകയിലേക്ക് ആ വചനം തിരിച്ചു വെച്ച് അത് ഹൃദയത്തിലേക്ക് എഴുതി നമ്മളൊരു പ്രകാശമായി തീരുവാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോ ഇത്രയുമാണ് നമുക്ക് സൈനെ കുറിച്ച് പഠിക്കാൻ. അടുത്തതായിട്ട് വീണ്ടും നമുക്ക് അടുത്ത അക്ഷരമുണ്ട് പഠിക്കാൻ. നമുക്ക് ആ അക്ഷരത്തിലേക്ക് കടക്കാം. നമ്മുടെ അടുത്ത അക്ഷരം ഹെത്ത് എന്നുള്ള അക്ഷരമാണ്.
ഹെത്ത്. ഓക്കെ, ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് എടുത്തോട്ടെ. Right. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഒരു സെഷനിൽ ചോദിക്കാം. ഓക്കെ. ഈ വാക്ക് പലപ്പോഴും തെറ്റിക്കുന്ന ഒരു വാക്കാണ്. വളരെ വളരെ എന്താണ്, സൂക്ഷിച്ച് മാത്രം സംസാരിക്കേണ്ടത്. നമുക്ക് പലപ്പോഴും അത് കിട്ടത്തില്ല. നമ്മുടെ ഇതില് ഖ, ഈ തൊണ്ടയുടെ അകത്തുനിന്നാണ് വരേണ്ടത്. ഖ ഖ ഖത്ത് എന്നുള്ളത്, അത് ഖത്ത് എന്നുള്ള ആ അക്ഷരത്തിലാണ് വരേണ്ടത്. അത് വളരെ സൂക്ഷിച്ചു വേണം. ഹെത്ത് എന്ന് നമ്മളിപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ. അതിൻ്റെ ഒരു പരിമിതി കൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഹെത്ത് എന്നാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഉച്ചാരണം. അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഹെത്ത്. ഓക്കെ ഓക്കെ. ഹെത്ത് നമുക്ക് അതിൻ്റെ വില 8. ശബ്ദം ഹ ഹ ഹ എന്നുള്ള ആ ശബ്ദമാണ് എഴുതേണ്ടത്. ഒന്ന് എഴുതിക്കോ. ഹ ഹ ഹ ഹ. അതിൻ്റെ ചിത്രാക്ഷര ശബ്ദം മതിൽ എന്നൊരർത്ഥമുണ്ട്. അതിൻ്റെ അർത്ഥം വേർതിരിവ്, വേലി, തുടക്കം എന്നൊക്കെ ഒരു അർത്ഥമുണ്ട്. ഫെൻസ് എന്നൊക്കെ ഒരു അർത്ഥമുണ്ട്. ഞാൻ ഓക്കെ എഴുതിയിട്ടുണ്ടോ? എല്ലാവരും എഴുതിയല്ലോ? ഓക്കെ. ഞാൻ ഇവിടെ കാണിക്കുന്ന ഒരു അക്ഷരം നിങ്ങൾ കണ്ടോ? ഇത് ഈ താഴെ ഈ കാണുന്ന ഇവിടെ ഒരു വര ഞാൻ വരയ്ക്കാം. ഇവിടെ വരയ്ക്കാൻ പറ്റും നോക്കട്ടെ. ഇങ്ങനെ കണ്ടോ? ഈ ഒരു വര ഉണ്ടോ? ഈ 2 വരയും, ഇത് രണ്ടും 2 വാവാണ്. കണ്ടോ? 2 വാവാണ്. ഇതിന്റെ മേളില് എഴുതിയിരിക്കുന്നത് സൈനാണ്. ഓക്കെ ഓക്കെ. ഇത് സ്ലൈഡ് തിരിഞ്ഞു പോയി. ഞാൻ ഇതിലേക്ക് വരാം, അവസാനം വരാം. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ. ഹെത്ത് ഹെത്ത് ഇത് പഠിപ്പിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകണ്ടേ, സോറി. അപ്പോൾ ഹെത്ത് ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട്. ഇവിടെ എന്ന് പറയുന്നത് കണ്ടോ, ഒരു ബെൻഡ് ഉണ്ട്. പിന്നെ ഇവിടെ 2 കാലുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നേ? ഈ ഒരു ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഇത് ഒരു നുകത്തിന്റെ ഷേപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? നുകത്തിന്റെ ഷേപ്പ് നിങ്ങളുടെ മനസ്സിലേക്ക് അത് വരണം. കാരണം ഇത് 8ാമത്തെ ലെറ്ററാണ്. എബ്രായ അക്ഷരമാലയിലെ 8ാമത്തെ അക്ഷരമാണ്. അതിൻ്റെ ഗമറ്റേറിയ വാല്യൂ 8 തന്നെയാണ്. അതിന് ഹെത്ത് എന്നുള്ള ഒരു ഇത് വരും. മെത്ത് മെത്ത് എന്നുള്ള ആ ഒരു എന്നുള്ള ആ മെത്ത് എന്നുള്ള ആ ഒരു ശബ്ദത്തിന്റെ ആ റൈംസ് അവിടെ വരണം. ആൻഡ് ഹാസ് ദ ലൈറ്റ് ഹാസ് ദ സൗണ്ട് ഓഫ് ഖ് ആസ് ഇൻ ദ ബാക്ക്. ബാക്ക് എന്ന് പറയുമ്പോൾ ഖ് ത്, അങ്ങനെയുള്ള ഒരു അക്ഷരം കൂടി കണക്റ്റ് ആണ് ഹെത്ത് എന്ന് പറയുന്നത്. നമുക്കത് എഴുതുമ്പോൾ അത് ഇങ്ങനെയാണ് എഴുതേണ്ടത്. കണ്ടോ? ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരണം. എന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഇത് കൊടുത്തിട്ട് താഴോട്ട് ഇങ്ങനെ വരയ്ക്കണം. കണ്ടോ? ഹെത്ത്. അതല്ലെങ്കിൽ ഞാൻ അവസാനം ഒന്നും കൂടെ ഇത് വരച്ച് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഒന്നും കൂടെ വരയ്ക്കാം. ഓക്കെ. അതിന്റെ ഗമറ്റേറിയ വാല്യൂ 8 ആണ്. പിക്ടോഗ്രാഫ് ഒരു ഏണിയുടെ പടം പോലെയാണ്. അതായത് ഇവിടെ ഒരു ഏണി പോലെയാണ് വെച്ചിരിക്കുന്നത്, പക്ഷേ ഇത് ഒരു വേർതിരിവാണ്, ഒരു സെപ്പറേഷൻ ആണ്. പിന്നെ കെറ്റ ഇവ്രി, അതിലും ആ ഒരു ഇത് കാണിച്ചിരിക്കുന്ന ഒരു നുകത്തിന്റെ പടം. ഇവിടെയും
അതൊരു നുഖത്തിന്റെ പടമാണ്. ബുക്ക് ടൈപ്പിൽ വരുമ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഓക്കെ. ദ ഹെത്ത് ആൻഡ് ദ ഡോർവേ ഓഫ് ലൈഫ്. ദ വേർഡ് ഖായി. ഞാൻ ഖായി എന്ന് പറഞ്ഞാൽ ഇത് ഷോർട്ട് ഫോർ ഖായിം, ജീവിതം, ലൈഫ് എന്നെയാണ് ഇത് കാണിക്കുന്നത്. എന്നിട്ട് ഇത് കണ്ടോ, ഈ ഒരു ലെറ്റർ എന്ന് പറയുന്നത് ഒരു ഡോർവേയും കൂടെ ആയിട്ട് കാണിക്കുന്നത്. ഒരു ഡോറിന്റെ ഒരു പടം പോലെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോ പുറപ്പാട് പുസ്തകം 12:7 ദ ബ്ലഡ് ഓഫ് ദ ലാം വാസ് ഡാബ്ഡ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് പാസ് ഓവർ. പെസഹായുടെ ആദ്യത്തെ ദിവസം കുഞ്ഞാടിന്റെ രക്തം കട്ടളപ്പടിയിലും അവിടെ എല്ലാം പുരട്ടി. കണ്ടോ, അതായിട്ടും ഇതിനെ കാണിക്കുന്നുണ്ട്. ഒരു തുടക്കം, എല്ലാത്തിൻ്റെയും ഒരു തുടക്കം. ഞാൻ 8-നെ കുറിച്ച് പറയാം. 7-ാം ദിവസം സ്വസ്ഥതയിലേക്ക് പോയി, വിശ്രമമായി, അല്ലേ? 8-ലേക്ക് വന്നപ്പോ എന്തായി? വീണ്ടും ഒരു തുടക്കം. ഇറ്റ്സ് എ ബിഗിനിങ് എന്നൊരു അർത്ഥം കൂടെ ഉണ്ട്. 8-ന് അങ്ങനെ ഒരു അർത്ഥം കൂടെ ഉണ്ട്. ഇറ്റ്സ് എ ബിഗിനിങ് എന്നൊരു അർത്ഥം കൂടെ ഉണ്ട്. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്, എൻ്റെ നുകം എന്നോട് ചോദിച്ച് എന്നോട് പഠിപ്പീൻ, എൻ്റെ നുകം ലഘുവും മൃദുവും ആകുന്നു. ഓക്കെ, ഞാൻ ഈ നേരത്തെ ആ ഒരു പടം കാണിച്ചു, ആ പടത്തിലേക്ക് ഞാൻ തിരിച്ചു പോകാം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു നുകത്തിന്റെ പടമാണ് ഈ മേളില്. ഇവിടെ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ. ഇതിന്റെ ഇങ്ങനെയാണ്, ഇങ്ങനെ ചിന്തിക്കണം. ഇവിടെ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഹീസ് വിത്ത് ദ സോഡ് ഓഫ് ദ സ്പിരിറ്റ്. ദൈവത്തിന്റെ വാളുമായിട്ട് ഇവിടെ നിൽക്കുന്നു. ഇവിടെ വേറൊരു മനുഷ്യനുണ്ട്, അല്ലെ? ഈ മനുഷ്യന്റെ മേളില് ഒരു ഒരു നുകമുണ്ട്. അപ്പൊ ഈ നുകം, ഈ ഭാരമുള്ള നുകം, ഈ ഭാരമുള്ള അവശതയുള്ള നുകം എങ്ങോട്ടാ ചേർത്ത് വെക്കണ്ടേ? വചനമെന്ന ആത്മാവ് ധരിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനിലേക്ക് നമുക്ക് ചേർത്ത് വെക്കണം. ആ ചേർത്ത് വെക്കുമ്പോഴാണ് നമ്മുടെ നുകം ലഘുവും ഭാരവും കുറഞ്ഞതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്, നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ ഒരു വാവിനെ നമുക്ക് കാണുവാൻ കഴിയും. ആ വാവ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനാണ്. ആൻഡ് അപ്പുറത്തൊരു മനുഷ്യൻ ഇപ്പോൾ ഉണ്ട്. ആൻഡ് ഹീ ഈസ് റെപ്രസെന്റ് ദ ക്രൗണ്ട് മാൻ. ഹോളി സ്പിരിറ്റിന്റെ വാളുള്ള ഒരു മനുഷ്യനെ നമുക്ക് അപ്പുറത്ത് കാണുവാൻ കഴിയും. അതെന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട യഹോശുവയാണ്. ഈ യഹോശുവയുടെ ശിഷ്യനാകുമ്പോൾ നമ്മുടെ ആ നുകം യഹോശുവയിലേക്ക് ചേർത്ത് വെച്ച് കഴിയുമ്പോൾ നമുക്കും നമ്മുടെ നുകം ലഘുവും അതേപോലെ തന്നെ സിമ്പിളുമായിട്ട് തോന്നും. നമുക്ക് കർത്താവിന്റെ യഹോശുവയുടെ ദൈവത്തിന്റെ വചനം അനുസരിച്ച് നമുക്ക് നടക്കുവാൻ പറ്റും. ഓക്കെ, ഞാൻ ഇതാണ് കാണിച്ചത്. ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ് അവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്, ഹെത്തിന്റെ. ഓക്കെ, ഈ ഭാഗം എന്ന് പറയുന്നത് ഈ ഭാഗം എന്ന് പറയുന്നത് ദൈവപുരുഷനും ഇപ്പുറത്തെ ഭാഗം കാണിച്ചിരിക്കുന്നത് മനുഷ്യനുമായിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഓക്കെ, ദ ഗേറ്റ് ഓഫ് ലൈഫ്, ജീവന്റെ കവാടം എന്ന് എഴുതിക്കും. ജീവന്റെ കവാടം, ഹെത്ത്. അതേപോലെ തന്നെ 1-ാമത്തെ പോയിന്റ് എഴുതിക്കോ, പിക്ടോഗ്രാഫിക് മീനിങ്. വളരെ പുരാതനമായിട്ടുള്ള ലിപി സമ്പ്രദായത്തിൽ ഹെത്തിനെ നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നത് ഒരു വേലിയായിട്ട്, ഒരു മതിലിട്ട്, അല്ലെങ്കിൽ ഒരു ഗേറ്റ് വേ, എന്താണ്, ഒരു അകത്തേക്കും പുറത്തേക്കും കടന്നു വരുവാൻ കഴിയുന്ന ഒരു കവാടമായിട്ട് കാണുവാൻ കഴിയും. അതായത് 2 2 പില്ലേഴ്സ് കണക്റ്റഡ് ബൈ എ ഹൊറിസോണ്ടൽ ലൈൻ, അല്ലെ? 2 പില്ലർ ഇങ്ങനെ ഹൊറിസോണ്ടൽ ലൈനിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് പോലെയാണ് ഹെത്തിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇറ്റ് സിംബലൈസസ് എ ഡോർവേ ഓർ ബൗണ്ടറി.
അവിടെ കാണുവാൻ കഴിയുന്നത് ഒരു ഡോർവേ, ഒന്നെങ്കിൽ ഒരു കവാടം, അതല്ലെങ്കിൽ ഒരു അതിര് പോലെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതായത് സംതിങ് ദാറ്റ് സെപ്പറേറ്റ്സ് വാട്ട് ഈസ് ഇൻസൈഡ് ആൻഡ് ഫ്രം വാട്ട് ഈസ് ഔട്ട്സൈഡ്. നമ്മളെ അകത്തുനിന്നും പുറത്തുനിന്നും നമ്മളെ വേർതിരിച്ച് നിർത്തുന്ന ഒരു ഒരു കവാടം അല്ലെങ്കിൽ ഒരു അതിർത്തിയായിട്ട് ഹെത്തിനെ നമുക്ക് കാണുവാൻ കഴിയും. സ്പിരിച്വലി ഇറ്റ് റെപ്രസെന്റ്സ് ദ ത്രഷോൾഡ് ബിറ്റ്വീൻ ഡെത്ത് ആൻഡ് ലൈഫ്. ആത്മീയമായിട്ട് ജീവനും മരണത്തെയും വേർതിരിച്ച് നിർത്തുന്ന ഒന്ന്, ആത്മാവിനെയും ജഡത്തെയും വേർതിരിച്ച് നിർത്തുന്ന ഒന്ന്, പ്രവാസത്തെയും വീണ്ടെടുപ്പിനെയും വേർതിരിച്ച് നിർത്തുന്നത്. ഇത് മൂന്ന് കൂട്ടം കാര്യങ്ങളാണ് ഹെത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അടുത്ത പേജ് എടുക്കാം. മാത്തമാറ്റിക്കൽ നമ്പർ 8, മാത്തമാറ്റിക്കൽ ഓർ ഗെമറ്റേറിയ വാല്യൂ എന്ന് എഴുതിയിട്ട് 8 എന്ന് എഴുതാം. ദ നമ്പർ ഓഫ് ന്യൂ, പുതിയ തുടക്കങ്ങളുടെ ആരംഭം എന്നൊരർത്ഥമുണ്ട്. അല്ലെങ്കിൽ എന്താ പറയാ, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് എന്താ പറയാ, ട്രാൻസെൻഡൻസ് ചെയ്തു പോകുന്ന ഒരു അനുഭവം അതിൽ കാണുവാൻ കഴിയും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, പുനരുത്ഥാനം. ഒരു പുനരുത്ഥാനം അവിടെ കാണുവാൻ കഴിയും. അതായത് മരിച്ച് അടക്കപ്പെട്ട് എഴുന്നേറ്റ് പോകുന്ന ഒരവസ്ഥ. അപ്പോൾ 7 സൈൻ കംപ്ലീറ്റ് ദ സൈക്കിൾ. അതായത് 7 എന്ന് പറയുന്നത് ആ ഒരു സൈക്കിൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തതാണ് സൈൻ, നമ്മൾ നേരത്തെ പഠിച്ചത്. പക്ഷെ 8ലേക്ക് വരുമ്പോൾ വീണ്ടും 8 ബിഗിൻസ് അഗെയിൻ ബട്ട് ഓൺ ഹയർ പ്ലെയിൻ. അതായത് ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് അവിടെ നിൽക്കുമല്ല, അടുത്തത് വീണ്ടും അതിനേക്കാളും ഉയരത്തിലുള്ള ഒരു ദിശയിലേക്ക് അത് മാറുന്നൊരവസ്ഥയാണ് ഹെത്ത് എന്നുള്ള ആ അക്ഷരത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് സർക്കംസിഷൻ. പരിച്ഛേദനയുടെ ഒരു അടയാളമുള്ള നമ്പറാണ് 8ാമത്തെ സംഖ്യ. ദ പെർഫോംഡ് ഓൺ 8th ഡേ. പരിച്ഛേദന ഏൽക്കുന്നത് 8ാം നാളില്. നോഹയുടെ 8 ആത്മാക്കൾ ആൻഡ് യഹോശുവാസ് റിസറക്ഷൻ ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ദ ന്യൂ വീക്ക്. അതായത് വാഴ്ത്തപ്പെട്ട് നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റത് ഹല്ലേലൂയ ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ദ ആഴ്ചവട്ടത്തിന്റെ ആ നാളിലാണ്. ദ 8th ഡേ ഇൻ ദ സ്പിരിച്വൽ ടൈം. കാരണം അവിടെ 7 ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം അതൊരു 8ാം നാളിലേക്ക്, ഒരു പുതിയൊരു തലത്തിലേക്ക്, ഒരു പുതിയൊരു തുടക്കത്തിലേക്ക്, പുതിയൊരു മഹിമയിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ടും നമ്മൾക്ക് കാണുവാൻ കഴിയും. അടുത്തത് 3ാമത്തെ അർത്ഥം നമുക്ക് എഴുതാം, ദ പ്രോഫറ്റിക്കൽ ലെയർഡ് മീനിങ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു ഡോറായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അല്ലെ. 2 തൂണുകളും മേളിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ഇതും കൂടെ വെക്കുമ്പോൾ ഒരു കവാടമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഈ പ്രത്യേകിച്ച് യഹൂദന്മാരുടെയൊക്കെ കഴുത്തിൽ ഒരു നെക്ലസ് അല്ലെങ്കിൽ ഒരു മാല അവർ ഇടാറുണ്ട്. അതിൽ ഈ യോതും ഈ പറഞ്ഞിരിക്കുന്ന ഹെത്തും കൂടെ ചേർത്ത് ഒരു ലോക്കറ്റ് അവരിടും. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഖായി എന്നുള്ള അർത്ഥം എന്ന് വെച്ചാൽ ജീവൻ എന്നാണ്. ഖായി അത് ഹെത്ത് എന്നുള്ള ആ അക്ഷരത്തിലാണ് ആരംഭിക്കുന്നത്. അതായത് ഹെത്തും ഒരു യോതും കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള ഇതാണ്. നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ ആ പടം കിട്ടും. അവരതിൻ്റെ ലോക്കറ്റ് ഇങ്ങനെ ഇടും. അതിൻ്റെ അർത്ഥം ജീവൻ എന്നാണ്, ഹെത്ത്, ഖൈ എന്നാണ്. ഇറ്റ് ടീച്ചസ് ദാറ്റ് ദ ട്രൂ ലൈഫ് ഇസ് ഓൺലി ഫൗണ്ട് ത്രൂ ദ കവനന്റ് ഗേറ്റ്. അത് പഠിപ്പിക്കുന്നത്, അത് നമ്മളെ മനസ്സിലാക്കിപ്പിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മുടെ ജീവിതം, നമ്മുടെ യഥാർത്ഥ ജീവിതം നമ്മൾ ആരംഭിക്കുന്നത് ആ ഉടമ്പടിയുടെ കവാടത്തിൽ നിന്നുകൊണ്ട് അവിടുന്നാണ് നമ്മുടെ പുതിയ ജീവിതം തുടങ്ങുന്നത്. എവിടെയാണോ നമ്മൾ ഉടമ്പടിക്ക് കൈ കൊടുക്കുന്നത്, എവിടെയാണോ ദൈവത്തിന്റെ ഉടമ്പടിയിൽ നമ്മൾ പിടിക്കുന്നത്, അവിടുന്നാണ് നമ്മുടെ ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നത്.
അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മൾ ഇന്ന് നമ്മുടെ യേശു കർത്താവിനെ വാ കൊണ്ട് നമ്മൾ മനഃപൂർവമായിട്ട് ഹൃദയംഗമമായിട്ട് നമ്മൾ ഏറ്റുപറയുന്ന ആ നിമിഷം തന്നെ നമ്മൾ ദൈവരാജ്യത്തിനും ദൈവത്തിന്റെ കയ്യിലും പിടിച്ചിട്ട് നമ്മൾ ഒരു ഉടമ്പടിക്ക് നമ്മൾ പാത്രമാവുകയാണ്. ഒരു പുതിയൊരു വെളിച്ചത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. എക്സോഡസ്, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ the Israelites marked their door with blood, forming the shape of Heth, symbolizing passing from death to life. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം അവരുടെ കട്ടളപ്പടിയില് രക്തം, ആട്ടുകൊറ്റന്റെ രക്തം അവർ തേക്കുന്നു. അത് ഒരു ഹെത്തിന്റെ ഒരു രൂപത്തിലാണ് അവർ അത് വരച്ചിരിക്കുന്നത്. അത് കാണിക്കുന്നത് മരണത്തിൽ നിന്നും ജീവനിലേക്കുള്ള അവരുടെ ഒരു ട്രാൻസിഷൻ ആണ്, ഒരു ട്രാൻസിഷൻ ലെവൽ. ഇറ്റ്സ് സിംബലൈസിങ് പാസിംഗ് ഫ്രം ഡെത്ത് ടു ലൈഫ്, മരണത്തിൽ നിന്നും ജീവനിലേക്കുള്ള ഒരു രൂപാന്തരണം. ആ രൂപാന്തരണം തന്നെയാണ് യേശു കർത്താവും യോഹന്നാൻ 10:9 വന്നിട്ട് നമ്മളോട് വിളിച്ചു പറയുന്നത്, നമ്മളോട് പ്രഖ്യാപിക്കുന്നത്. ആ വാതിൽ ഞാനാകുന്നു, എന്നിലൂടെ കടക്കുന്നവനാണ് രക്ഷ പ്രാപിക്കുന്നത്. അപ്പോൾ ഹെത്ത് യേശു കർത്താവാണ്, അത് രക്ഷയുടെ കവാടമാണ്. ആ രക്ഷയുടെ കവാടത്തിലൂടെ മാത്രമേ നമുക്ക് ഹല്ലേലൂയ, നമുക്ക് ദൈവസന്നിധിയിൽ കടന്ന് അബാ പിതാവേ എന്ന് വിളിക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോ വാവും സൈനും ഇവിടെ ചേർന്നാണ് ഹെത്ത് വന്നിരിക്കുന്നത്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഈ വാവ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, നമ്മുടെ സൈൻ എന്ന് പറയുന്ന അക്ഷരം എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, ഞാൻ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ നോക്കാം. ഓക്കെ, ഞാനൊന്ന് വൈറ്റ് ബോർഡ് എടുത്തോട്ടെ. ഓക്കെ, വൈറ്റ് ബോർഡ് വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സജി ഫസ്റ്റ് വന്നോ? ഓ സാറേ, വന്നു. നമ്മൾ നേരത്തെ പഠിച്ച അക്ഷരം സൈൻ ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. ഒന്നും കൂടെ ഞാൻ വരച്ച് കാണിക്കാം. ഞാൻ വേറൊരു കളർ എടുക്കാം. കണ്ടോ, ഇങ്ങനെ ഒരു വര വരച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് കണ്ടോ, ഒരു കോടാലിയുടെ ഒരു ആയുധത്തിന്റെ ഒക്കെ ഒരു ചിത്രം കിട്ടിയോ നിങ്ങൾക്ക്? കിട്ടിയോ? ഇങ്ങനെയാണ് സൈൻ വരയ്ക്കേണ്ടത്. അതായത് കണ്ടോ, ഇങ്ങനെ ഒരു വര വരച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് കണ്ടോ സൈൻ. അപ്പോ ഇങ്ങനെ വന്നിട്ട് ഒരു സൈൻ വരച്ചു. ഇവിടെ ഒരു വാവും വരച്ചു. ഇതെന്തുവായിരുന്നു? ഇതാണ് ഹെത്ത്. അപ്പൊ ഞാൻ ഈ വരയ്ക്കുമ്പോ ഇങ്ങനെ ഒരു സാധനം ഇവിടെ വരത്തില്ല. സോറി, ഞാനത് മായ്ച്ചു കളയാം. അതിന്റെ ഫോർമേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ ഫോർമേഷൻ ഓഫ് ദ ലെറ്റർ ഇങ്ങനെ വന്നിട്ട് കണ്ടോ, ഈ ഒരു സാധനം ഇവിടെ വന്നു, ഇതിങ്ങനെ വന്നു. ഇതാണ് ആ വാതില് പോലെ നമുക്ക് കാണുന്നത് ഹെത്ത്. പക്ഷെ ഹെത്ത് വരയ്ക്കേണ്ടത് ഇവിടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഈ ഭാഗം ഞാൻ ഈ റൗണ്ട് ഇട്ടിരിക്കുന്ന ഈ ഭാഗം നല്ല സ്മൂത്ത് ആയിട്ട് വരണം. ഒന്നുകൂടെ ഞാൻ പറയാം. ഇവിടെ വന്നിട്ട് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് വരണം. ഇവിടെ വന്നിട്ട് നമുക്കിതാ ഉണ്ടോ ഷാർപ്പായിട്ട് കണ്ടോ. ഞാൻ ഒന്നും കൂടെ വരയ്ക്കാം. ഒന്ന് പ്രിയപ്പെട്ടവർ നോക്കിയിരിക്കണേ. ഇത് ഇങ്ങനെ വന്ന് ഇവിടെ സ്മൂത്ത് വരണം. പക്ഷെ ഇവിടെ വന്നിട്ട് കണ്ടോ ഈ വളവ് വന്നത് ഞാനിങ്ങനെ മേശയുടെ പുറത്തിരുന്ന് ഇങ്ങനെ എഴുതുന്നതുകൊണ്ടാണ് വന്നത്. അതല്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് വരും.
അപ്പോ രണ്ടക്ഷരവും മനസ്സിലായല്ലോ. ഒന്നും കൂടെ ഞാൻ സൈൻ വരച്ചു തരാം. പ്രിയപ്പെട്ടവർ, ഈ മൊബൈലിലുള്ള പ്രിയപ്പെട്ടവരൊന്നും അതിൽ തൊടല്ലേ. തൊട്ട് കഴിഞ്ഞാൽ എനിക്കിവിടെ വര വീഴും. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഇടയ്ക്ക് വരയ്ക്കൊന്നും ചെയ്യില്ല. മൊബൈലിൽ തൊടല്ലേ. ഇങ്ങനെ വരയ്ക്കുക. ഉണ്ടോ? ഇതാണ് സൈൻ. ഓക്കെ. അപ്പോ ഹെത്ത് ഇസ് ഫോംഡ് ബൈ വാവ് ആൻഡ് സൈൻ. Zion joined. The man and the sword unite. The picture humanity, Vav, and the sword of the spirit, Zion, connect, creating new life through covenant. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സൈൻ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് നിൽക്കുന്നു വിത്തും നുകവുമായിട്ട്. ഇപ്പുറത്ത് ഒരു ഒരു വാവിനെ കാണാൻ പറ്റുന്നുണ്ട്. എന്തുവാ? ആ വാവും സൈനും കൂടെ വന്നിട്ട് ഒരുമിച്ച് നിൽക്കുന്നു. എന്തിനാ? അവർ തമ്മിലൊരു പുതിയ ജീവന്റെ ഉടമ്പടിക്ക് കൈ കൊടുത്തുകൊണ്ട് അവരകത്തേക്ക് കടക്കുകയാണ്. അടുത്ത നമുക്ക് 4ാമത്തെ പോയിന്റ് എഴുതാം. സ്പിരിച്വൽ ആൻഡ് സ്ക്രിപ്ചർ ആൻഡ് ക്രിയേഷൻ എന്നുള്ള ഒരു അർത്ഥം കൊടുക്കാം. ആ ഒരു പോയിന്റ് എഴുതാം. അപ്പോ ഈ ബ്രത്ത് ഓഫ് ദ സ്പിരിറ്റ് അങ്ങനെ ടൈറ്റിൽ എഴുതിയിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ എഴുതിക്കോ. ഹെത്ത് റെപ്രസെന്റ്സ് ദ ഇന്നർ ബ്രത്ത്, ദ റൂഹ ദാറ്റ് റിസീവ് ദ സോൾ. നമ്മൾ ആദ്യത്തെ അധ്യായത്തിൽ കണ്ടു അല്ലെ? എന്താണ് ഭാഷ എന്ന് പഠിക്കുന്ന ആദ്യത്തെ അധ്യായത്തിൽ കണ്ടു. എന്തുവാ കണ്ടേ? നമ്മുടെ ദൈവപിതാവ് വന്നിട്ട് പറഞ്ഞു, ലെറ്റ്സ് കം ആൻഡ് മേക്ക് അവർ ഓൺ ഇമേജ് ഓഫ് മാൻ. നമ്മുടെ മനുഷ്യനെ നമ്മുടെ രൂപത്തിലും സദൃശ്യത്തിലും ഉണ്ടാക്കാം. ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു? നമ്മുടെ മേലേക്ക് റൂഹയെ ഊതി വിട്ടു. അപ്പൊ എന്തു പറ്റി? The head represents the inner breath that receive the soul. അതായത് നമ്മുടെ ആത്മാവ് എന്തു ചെയ്തു? ആ റൂഹേനെ നമ്മൾ ആഞ്ഞു പിടിച്ചു. ആഞ്ഞിങ്ങനെ വലിച്ചെടുത്തപ്പോ നമ്മൾ എന്തായിട്ട് മാറി? നമ്മൾ ഖായിം ആയിട്ട് മാറി. ഞാൻ നേരത്തെ പറഞ്ഞു, ജീവന് പറയുന്ന പേരാണ് ഖായിം. ഇറ്റ് ഈസ് എ ബ്രെത്ത് ദാറ്റ് ബ്രോട്ട് ആഡം ടു ലൈഫ്. ഈ ഒരു റൂഹ ഊതിയപ്പോൾ ആദം ജീവനുള്ള ദേഹിയായിട്ട് മാറി. ദ സെയിം ദാറ്റ് റേസ്ഡ് മെസായ ഫ്രം ദ ഗ്രേവ്. ഇതേ ദൈവത്തിന്റെ ആ ശ്വാസമാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെയും ആ മെസ്സിഹായിനെ ആ ഗ്രേവിൽ നിന്നും, ആ ശവകുടീരത്തിൽ നിന്നും ഉയർപ്പിച്ചെഴുന്നേറ്റത്. ഹെത്ത് ടീച്ചേഴ്സ് ദ സീക്രട്ട് ഓഫ് പാസിംഗ് ത്രൂ ദ ഗേറ്റ്. ഈ ഹെത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു മർമ്മമാണ്. എന്താണ്? ആ വാതിലൂടെ കടന്ന് പുറത്തേക്ക് പോകുന്നത്. ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ്, ഫ്രം സ്ട്രൈവിംഗ് ടു ബീയിങ്. ആ കഷ്ടപ്പാടിന്റെ, ആ ബുദ്ധിമുട്ടിന്റെ, ആ ഞെരുക്കത്തിൽ നിന്നും അവിടുന്ന് മാറി മുന്നേറ്റുള്ള ഒരു പ്രയാണം, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കുള്ള ഒരു പ്രയാണം. ഇറ്റ് ഈസ് എ കോൾ ടു ലീവ് ഇൻ കവനന്റ്. ഇതെന്തിനാ നമ്മളെ വിളിച്ചിരിക്കുന്നത്? ഈ ക്രോസ് ഓവറിങ് എന്തിനാ നമ്മളെ വിളിച്ചിരിക്കുന്നത്? നമ്മൾ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ, ഏറ്റവും ഫസ്റ്റ് അധ്യായത്തിലെ കാര്യം ഞാനീ പറയുന്നേ. ഞാനിങ്ങനെ സൂചിപ്പിച്ചിരുന്നു ഇവ്രി എന്നൊരു പദം. ഇവ്രി, ആരെങ്കിലും അത് ഓർക്കുന്നുണ്ടോ? ഇവ്രി എന്നുള്ളൊരു പദം. ഇവ്രി എന്നുള്ളൊരു പദം ന്റെ അർത്ഥം അവാർ എന്നുള്ള മൂലപദത്തിൽ നിന്നാണെന്ന് ഞാൻ പഠിപ്പിച്ചു. അവാർ എന്നുള്ള മൂലപദം. എന്താണ് ഈ അവാർ എന്നുള്ള മൂലപദം? കടന്നു പോവുക. എന്തിൽ നിന്നും? മരണത്തിൽ നിന്നും ജീവനിലേക്കുള്ള കടന്നുപോക്ക്. അതുകൊണ്ടാണ് അവാർ ഇവ്രിത്ത് എന്ന് പറയുമ്പോ ഹീബ്രു എന്നുള്ള ആ അർത്ഥം വരുന്നത്. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കടന്നു പോവുക. അത് കടന്നുപോയതിന്റെ നിഴല് കാണിച്ചു തന്നത് അബ്രഹാം ആയിരുന്നു. നമ്മുടെ ബഹുമാന്യനും ആദരണീയനുമായ
ബൈബിളിലേറെ വ്യക്തിത്വത്തിന് ഉടമയായ അബ്രഹാം അത് കാണിച്ചു തന്നു. ഈ ഒരു കടന്നു പോക്കലാണ് പുതിയ നിയമത്തിലൂടെ വന്ന് കർത്താവ് മരണത്തിൽ നിന്നും ജീവനിലേക്കുള്ള ആ കടന്നുപോക്ക് യാഥാർത്ഥ്യമാക്കി തന്നു, പൊരുളാക്കി തന്നത്. ഇന്ന് ആ പൊരുൾ നമ്മളിലേക്ക് വരുവാണ്. എന്താണ്? നമ്മൾ കർത്താവിന്റെ അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് നമ്മൾ ആ ഉടമ്പടി പ്രഖ്യാപനം ചെയ്യുമ്പോൾ നമ്മളും ആ മരണത്തിൽ നിന്നും ജീവനിലേക്കുള്ള, നിത്യമായ ജീവനിലേക്കുള്ള ഒരു യാത്ര, ദ ട്രാൻസിഷൻ, നിത്യമരണത്തിൽ നിന്നും നിത്യജീവനിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പോയിന്റിലേക്കാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് ഹെത്തിലേക്കുള്ള യാത്രയാണ്. ഹെത്ത് എന്നുള്ള ഒരു യാത്രയാണ്. ആ വാതിലിലൂടെ നമ്മൾ അകത്തേക്ക് കടക്കുകയാണ്. ഇറ്റ് ഈസ് എ കോൾ ടു ലീവ് ഇൻ കവനന്റ്. നമ്മൾ അത് വിളിച്ചിരിക്കുന്നത് ഒരു ഉടമ്പടിയിൽ ജീവിക്കുവാനാണ്. വിത്തിൻ ദ ഫെൻസ് ഓഫ് ഡിവൈൻ ലവ്, ദൈവത്തിന്റെ നിർമ്മലമായ സ്നേഹത്തിന്റെ ആ വേലിക്കെട്ടിന്റെ അകത്തേക്ക് ആണ് നമ്മളെ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതായത് അഹവ എന്നുള്ള പദം, അഹവ. ഇനി അടുത്തത് ബൈബിൾ പ്രതിധ്വനികൾ എന്നുള്ള ഒരു ടൈറ്റിൽ കൊടുത്തിട്ട്, ദ ബൈബിൾ എക്കോസ് എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ഉൽപ്പത്തി പുസ്തകം 2:7. Yahweh God breathed into his nostrils the breath of life. Neshama Kai. Breath of life. അതായത് ജീവശ്വാസം. നെഷമ ഖായി എന്നാണ് അതിന് പറയുന്നത്. നെഷമ ഖായി. അതേപോലെ തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന അടുത്ത വാക്യമാണ് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 7-13 വാക്യങ്ങൾ. യോഹന്നാൻ 10:9. റോമർക്ക് എഴുതിയ ലേഖനം 6:4. ഇത്രയും എഴുതിയോ? അപ്പോ ഹെത്ത് എന്ന് പറയുന്നത് കൃപയുടെ ഒരു കവാടമാണ്, ഉടമ്പടിയുടെ ഒരു വാതിലാണ്. ഇവിടെ പുനരുത്ഥാനത്തിന്റെ ശക്തിയിൽ നമുക്ക് ദൈവത്തിന്റെ നിശ്വാസത്തെ നമുക്ക് കാണുവാൻ കഴിയും ഹെത്തല്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഇന്നത്തെ അവസാനത്തെ അക്ഷരം ടെത്ത് എന്നുള്ള അക്ഷരമാണ്. ഞാൻ ഇവിടെ അത് പ്രസന്റ് ചെയ്യാം. ഒരു നിമിഷം സജി പാസ്റ്ററെ ഒന്ന് ഹോൾഡ് ചെയ്യാമോ? നമുക്ക് അടുത്ത പഠിക്കാനുള്ള നമ്മുടെ അക്ഷരമാണ് ടെത്ത് എന്നുള്ള അക്ഷരം, ടെത്ത്. അപ്പോ ടെത്തിനെ കുറിച്ചിട്ട് ഞാൻ കാണിക്കാം, നമ്മുടെ സ്ലൈഡ് ഷോ കാണിക്കാം. അപ്പോൾ കൂടുതൽ മനസ്സിലാകും അതെങ്ങനെ എഴുതണം എന്നുള്ളത്. ഓക്കെ, സൈൻ പഠിച്ചു നമ്മൾ, ഹെത്ത് പഠിച്ചു നമ്മൾ. അടുത്തത് ടെത്ത് പഠിച്ചു. കണ്ടോ? ടെത്ത് വളരെ കുറച്ച് മാത്രം എബ്രായ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന അക്ഷരമാണ് ടെത്ത് എന്നുള്ള അക്ഷരം. വളരെ കുറച്ച്, വളരെ തുലവുമാണ് ഈ അക്ഷരം ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 2 രീതിയിലുണ്ട്. ഒന്ന്, ഇതിനൊരു പോസിറ്റീവായിട്ടും ഇതിനൊരു നെഗറ്റീവായിട്ടും നമുക്ക് കാണുവാൻ കഴിയും. പോസിറ്റീവായിട്ടും നെഗറ്റീവുമായിട്ടുള്ള അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അടുത്ത ഒരു സെഷനിലായിരിക്കും ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരുന്നത്. നമ്മൾ പഠിച്ച 3 അക്ഷരങ്ങളുണ്ട്, സൈൻ, ഹെത്ത്, ടെത്ത്. ഈ 3 അക്ഷരങ്ങളുടെയും കുറച്ചും കൂടി ആഴമായിട്ടുള്ള അർത്ഥങ്ങളും മറ്റു കാര്യങ്ങളും നമ്മൾ മറ്റൊരു ദിവസത്തിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോ നമുക്കതിനെ ഒന്ന് നോക്കി വരാം. ഇതിൻ്റെ അകത്ത് ഹോളി സീഡ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ മുകളിൽ എഴുതി വച്ചിരിക്കുന്നത്.
പ്യൂരിറ്റി എന്നുണ്ട്, ഗുഡ് എന്നുണ്ട്, ഈവിൾ എന്നുണ്ട്, ഇംപ്യൂരിറ്റി എന്നൊക്കെ അർത്ഥമുണ്ട്, കുറേ അർത്ഥങ്ങളുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു കൊട്ടയ്ക്കകത്ത് എന്തോ വെച്ചിരിക്കുന്നത് പോലെ തോന്നും അല്ലേ? പിന്നെ മറ്റൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പാമ്പ് അല്ലെ, പാമ്പിന്റെ തലയും ഒരു വാലുമായിട്ട് നമുക്കിതിനെ തോന്നും. ഞാൻ ആദ്യത്തെ ഒരു പടം കാണിച്ച് ഓർക്കുന്നുണ്ടോ? ആദ്യത്തെ സ്ലൈഡ് കണ്ടോ? ഈ സ്ലൈഡിൽ ഈ ടെത്തൊന്ന് നോക്കി, ഒരു പാമ്പിന്റെ തല പോലെ ഇങ്ങനെ കിടക്കുന്നു, ഒരു വാല് പോലെ ഇത് എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു നെഗറ്റീവ് ഒരു അർത്ഥവും കൂടി ഇതിനുണ്ട്. അപ്പോ ഇതിനെ നമുക്ക് ഏർലി ഹീബ്രുവിൽ ഇതിനെ ഒരു 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 ബാസ്ക്കറ്റ് പോലെ ഒരു സാധനം ഇങ്ങനെ വരച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. ആ താഴെ ഞാൻ കാണിച്ചിട്ടുണ്ട്, സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. മിഡിൽ ഹീബ്രു ആ ലിപിയിലും അങ്ങനെയാണ് അവർ വരച്ചിരിക്കുന്നത്. ലേറ്റ് ഹീബ്രുവിൽ അത് കുറച്ചും കൂടി ഒന്ന് മാറി, അതിൻ്റെ ഒരു ആകൃതി മാറി. പിന്നെ മോഡേൺ ഹീബ്രുവിൽ വന്നപ്പോൾ അത് കറക്റ്റ് ഒരു ബാസ്ക്കറ്റിന്റെ ഷേപ്പായിട്ട് തോന്നാം, ഒരു പാമ്പിന്റെ ഷേപ്പായിട്ട് തോന്നാം. അപ്പോൾ അതിന്റെ പിക്ടോഗ്രാഫിക് എന്ന് പറയുന്നത് കൊട്ട അല്ലെങ്കിൽ ബാസ്ക്കറ്റ് എന്ന് പറയും, സ്നേക്ക് എന്ന് പറയും. മീനിങ് എന്ന് പറയുന്നത് സറൗണ്ടഡ്, ചുറ്റി വരിഞ്ഞ, അല്ലെങ്കിൽ കണ്ടെയ്നർ എന്നുള്ളൊരു ഒരു അർത്ഥമുണ്ട്, സ്റ്റോർ എന്നുള്ളൊരു അർത്ഥമുണ്ട്, സ്നേക്ക് എന്നൊരു അർത്ഥമുണ്ട്, പാമ്പ് സർപ്പം എന്നൊരു അർത്ഥമുണ്ട്, മഡ് ചെളി എന്നൊരു അർത്ഥമുണ്ട്. വിവിധ തരത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. ഞാൻ ഏകദേശം ഒരു 3-4 ഒക്കെ ഇവിടെ പറയുന്നുള്ളൂ. കുറേ അർത്ഥങ്ങൾ ഓരോ അക്ഷരത്തിനുമുണ്ട്. അപ്പൊ അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ 9. കണ്ടോ? ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വില 9. ശബ്ദം ട് എന്നുള്ള ശബ്ദമാണ്, ടെത്ത്. അത് ട് എന്നുള്ള രീതിയിലാണ് വായിക്കേണ്ടത്. ചിത്രാക്ഷര ശബ്ദാർത്ഥം എന്ന് പറയുമ്പോൾ അതിന് പിക്ചർ വേർഡ് പാമ്പ് എന്നൊരർത്ഥമുണ്ട്. അർത്ഥം സർപ്പന്റ് എന്നും കൂടെ ഒരർത്ഥം. നമുക്ക് എഴുതേണ്ടത് ഈ ബുക്ക് പ്രിന്റ് സ്റ്റൈൽ ആയിട്ടാണ് എഴുതേണ്ടത്. ഇവിടെ ഞാൻ അതിൻ്റെ ഒരു പടം താഴെ കൊടുത്തിട്ടുണ്ട് എങ്ങനെ വരയ്ക്കണമെന്ന്. വളരെ എളുപ്പത്തിൽ അങ്ങനെയും വരയ്ക്കാം. എന്നാൽ ആ മേളിൽ ഒരു ചെറിയൊരു ചുനിപ്പും കൂടി ഇടുന്നത് നന്നായിരിക്കും ടെത്ത് എഴുതുമ്പോൾ. ഞാൻ കാണിച്ചു തരാം. കണ്ടോ? ഇത് ഹെഡ്, കണ്ടോ? ഹെഡ്, ടെയില്, കണ്ടോ? ഇവിടെ ഹെഡ് വരും, ടെയില് വരും ഇപ്പുറത്ത്, കണ്ടോ? ഇതിൻ്റെ അകത്ത് വാവും സൈനും കൂടി കൂട്ടിക്കലർന്നാണ് ഈ അക്ഷരം ഉണ്ടായിരിക്കുന്നത്. ഈ അക്ഷരം എന്ന് പറയുന്നത് വാവും സൈനും കൂടി ജോയിന്റ് ചെയ്തിട്ടുള്ള ഒരു അക്ഷരമാണ്. ഇറ്റ് റിസംബ്ലിങ് എ സ്നേക്ക്, ഒരു പാമ്പിന്റെ രൂപമാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, നമുക്ക് പോവാം. ഇത്രയുമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിന്റെ ടൈറ്റിൽ നിങ്ങൾ ഇങ്ങനെ എഴുതിക്കോ, ദ ഹിഡൻ ഗുഡ്നെസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ അദൃശ്യമായ നന്മ എന്ന് എഴുതിക്കോ. ദ ടെത്ത് എന്ന് എഴുതിയിട്ട് ദൈവത്തിന്റെ അദൃശ്യമായ അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെക്കപ്പെട്ട നന്മ എന്ന് എഴുതിക്കോ. പിക്ടോഗ്രാഫിക് symbol. In ancient Hebrew, death looked like a basket or a coiled serpent, something curved or enclosed. ഈ പുരാതന എബ്രായ ആ അക്ഷരം ടെത്തിനെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് എന്തായിട്ടാണ് കാണാൻ കഴിയുന്നത്? ഒരു ബാസ്ക്കറ്റ് ആയിട്ട് കാണാൻ കഴിയും, അല്ലെങ്കിൽ ചുറ്റി വരുന്നൊരു സർപ്പം ആയിട്ട് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഇങ്ങനെ വളഞ്ഞ് കർവ്ഡ് ആയിട്ടിരിക്കുന്ന, എൻക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു കണ്ടെയ്നർ ആയിട്ട് തോന്നും. അതേപോലെ തന്നെ വളരെ ആ ചിത്രത്തിന്റെ ഞാനൊരു ചിത്രം ആദ്യം കാണിച്ചപ്പോ ആ ടെത്തിന്റെ അകത്തൊരു കുഞ്ഞിനെ വെച്ചിട്ടുണ്ട്, ഒരു ഗർഭപാത്രത്തിന്റെ ആകൃതി അതിനുണ്ട്. ഇറ്റ് സിംബലൈസസ് എ കണ്ടെയ്നർ, വൂംബ് ഓർ എ ഹിഡൻ വെസൽ. ഒരു കണ്ടെയ്നർ ആയിട്ട്
ഗർഭപാത്രമായിട്ട്, അതല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ഹിഡൻ വെസൽ, ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്ന ഒരു പാത്രമായിട്ട് അതിനെ നമുക്ക് കാണുവാൻ കഴിയും. എ പ്ലേസ് വെയർ സംതിങ് പ്രഷ്യസ് ഈസ് പ്രൊട്ടക്റ്റഡ് ആൻഡ് വെയിറ്റിംഗ്. ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള എന്തിനെയോ സൂക്ഷിച്ചു വെക്കുവാനും അതിന് ആ സൂക്ഷിച്ചു വെച്ചത് പുറത്തേക്ക് വരാൻ കാത്തിരിക്കുന്ന ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു അർത്ഥം ഈ ടെത്തിനുണ്ട്. ഇറ്റ് ഓൾസോ റിസംബ്ലൻസ് ദ കേളിംഗ് ഓഫ് സർപ്പന്റ്. ഒരു സർപ്പത്തിന്റെ ഒരു ആകൃതിയിൽ ഉള്ളത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു രൂപം നമുക്കതിൽ കാണുവാൻ കഴിയും. റിമൈൻഡിങ് us that goodness and evil often being intertwined and must be discerned through spirit. ഈ നമ്മൾ കാണുമ്പോൾ ഈ ടെത്തിനിങ്ങനെ വളഞ്ഞു പിരിഞ്ഞ് കാണുമ്പോൾ അതിൻ്റെ അകത്ത് നന്മയും തിന്മയും കൂടി ഇങ്ങനെ ചുറ്റി പിണഞ്ഞ് കിടക്കുന്നതായിട്ട് കാണും. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലും ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് തോന്നും നന്മയായിരിക്കാം അല്ലെങ്കിൽ തിന്മയായിരിക്കാം. നമുക്കറിയത്തില്ല ഏത് തിരഞ്ഞെടുക്കണം, എന്ത് തരത്തിലുള്ള തീരുമാനത്തിലേക്ക് നമുക്ക് പോകണമെന്ന്. ഇവിടെയാണ് നമുക്ക് ഡിസേൺഡ് സ്പിരിറ്റിന്റെ, വിവേചനത്തിന്റെ ആത്മാവിനെ നമുക്ക് വേണമെന്ന് പറയുന്നത്. വിവേചനത്തിന്റെ ആത്മാവ് എവിടെയാണോ ശരി, എന്താണോ ശരി, എവിടെയാണോ അതിന് പരിശുദ്ധ റൂഹയുടെ അധികമായിട്ടുള്ള കൃപ നമുക്ക് ആവശ്യമാണ്. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് വിവേചിച്ചറിയുവാനുള്ള ഒരു കൃപ, ആത്മാവിന്റെ കൃപ. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. മാത്തമാറ്റിക്കൽ എന്ന് എഴുതിയിട്ട് നമ്പർ 9 എന്ന് എഴുതണം. അപ്പോ ടെത്ത് is equal to 9, the number of birth and fruitfulness. അപ്പോ 9 എന്ന് പറയുമ്പോൾ ഒരു ജനനം അല്ലെങ്കിൽ സമൃദ്ധി എന്നുള്ളൊരു അർത്ഥം അതിനുണ്ട്. ദ നമ്പർ ഓഫ് ബേർത്ത്, ജനനം അല്ലെങ്കിൽ പിറവി എന്നൊരു അർത്ഥം വരുന്ന ഒരു അർത്ഥം ഈ 9 എന്നുള്ള ആ വാല്യൂവിനുണ്ട്. അതേപോലെ സമൃദ്ധി എന്നുള്ള ഒരു അർത്ഥമുണ്ട്. എ വുമൺ ക്യാരീസ് ലൈഫ് ഫോർ 9 months, symbolic of divine cycle of gestation and emergency. നമുക്ക് 9 എന്നുള്ള ഒരു എന്താണ്, 9 മാസം വേണം അല്ലേ ഒരു കുഞ്ഞ് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് ഉരുവം പ്രാപിച്ച് ഒരു കുഞ്ഞായിട്ട് വരുന്നതിന്, ആ എംബോറിയം അല്ലേ, ഒരു കുഞ്ഞായിട്ട് മാറാൻ 9 മാസം എടുക്കും. Also 9 also represents truth revealed after testing. അതായത് ഒരു പരീക്ഷ കഴിഞ്ഞ് ആ സത്യത്തെ റെപ്രസെന്റ് ചെയ്യുന്നത് 9 എന്നുള്ളൊരു അക്കമുണ്ട്. ദ ഹിഡൻ സീഡ് ബ്രേക്കിംഗ് ഓപ്പൺ ഇൻ ടു ലൈഫ്. ഒരു വിത്ത് ഒരു വിത്ത് ഭൂമിയുടെ അടിയിൽ കിടന്ന് അത് പൊട്ടി പുതിയൊരു ജീവിതത്തിലേക്ക് നാമ്പെടുക്കുന്നതും ആ 9 എന്നുള്ളൊരു അർത്ഥം അതിനുണ്ട്. അതേപോലെ തന്നെ എബ്രായ അക്ഷരമാലയിലെ അവസാനത്തെ അക്ഷരം, എബ്രായ അക്ഷരമാലയിലെ അവസാനത്തെ അക്ഷരമാലയായിട്ടുള്ള തൗ എന്നുള്ള അക്ഷരം എഴുതുന്നത് ഈ ഇപ്പോൾ നമ്മൾ എഴുതിയ ടെത്ത് ആണ് ആദ്യം എഴുതുന്നത്. ടെത്ത് ആണ് എഴുതുന്നത്. അതിന് ഗുഡ് എന്നുള്ള അർത്ഥമാണ്. തൗ എന്ന് പറഞ്ഞാൽ നന്മ അല്ലെങ്കിൽ ഗുഡ് എന്നാണ് അർത്ഥം. അപ്പോ begins with death, showing that the true Tao is often hidden with struggle. ഈ ടെത്തിനെ കാണിക്കുന്നത് ഈ ടൗ എഴുതുമ്പോൾ, ടെത്ത് എഴുതുമ്പോൾ അവസാനം ആദ്യം എഴുതിയിരിക്കുന്ന അക്ഷരം എന്ന് പറയുന്നത് ഈ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ അക്ഷരമാണ്. ഇതെന്തിനെയാണ് കാണിക്കുന്നത്? ടെത്തിന് എന്തിനെയാ കാണിക്കുന്നത്? ടെത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ആ സ്ട്രഗിളും ആ പരീക്ഷണങ്ങളും ഒക്കെ കടന്ന് അവസാനം ആ നന്മ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ കാണിക്കുന്ന ഒരു പ്രതീകമായിട്ട് കൂടി ഈ അക്ഷരം കാണിക്കുന്നുണ്ട്.
മൂന്നാമത്തെ പോയിന്റ് പ്രോഫറ്റിക് ലെയേർഡ് മീനിങ്. അതിൻ്റെ അകത്ത് നമുക്ക് കാണുവാൻ കഴിയും, ഡെത്ത് ടീച്ചസ് ദാറ്റ് വാട്ട് സീംസ് ഡാർക്ക് ഓർ പെയിൻഫുൾ ഓഫൺ കൺസീൽസ് ഗോഡ്സ് ഡീപ്പർ ഗുഡ്. നമ്മളെ ഡെത്ത് പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതം വളരെ ദുസ്സഹവും വളരെ വേദനാജനകവുമായ കാര്യത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ദൈവത്തിൻ്റെ നന്മ നമുക്ക് ഇതിലെല്ലാം കാണുവാൻ കഴിയും. ദൈവം നമുക്കായിട്ട് മാറ്റിവച്ചിരിക്കുന്ന നന്മകളുടെ ആഴത്തെ നമുക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 1:4 നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഗോഡ് സോ ദ ലൈറ്റ് ദാറ്റ് ഇറ്റ് വാസ് ഗുഡ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും, അല്ലേ? വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, എഹിയ ഓർ എന്ന് പറഞ്ഞു. അപ്പോൾ വെളിച്ചമുണ്ടായി. അപ്പോൾ വെളിച്ചത്തിൽ നോക്കിയിട്ട് ദൈവം പറഞ്ഞു, വെളിച്ചം നല്ലതെന്ന് പറഞ്ഞു. അവിടെ ആദ്യം ഉപയോഗിച്ചിരിക്കുന്ന പദം ടെത്ത് എന്നുള്ള പദമാണ്. അതായത് തൗ എന്നുള്ള അക്ഷരമാണ്, വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗുഡ് എന്ന് പറഞ്ഞാൽ തൗ എന്നാണ്. അവിടെ ആദ്യം ഉപയോഗിച്ചിരിക്കുന്ന ടെത്ത് എന്നുള്ള അക്ഷരമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. That good light was hidden away for the righteous. The good light, ആ അത്രയും നല്ല വെളിച്ചം കുറേ നാളത്തേക്ക് എന്താ ഹിഡൻ ആയിട്ടിരിക്കുമായിരുന്നു. എന്തിനാ? ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ ദൈവം വെളിച്ചത്തെ വിളിച്ചു വരുത്തിയിട്ട് വെളിച്ചം നല്ലത് എന്ന് ദൈവം പറഞ്ഞു. എന്തിനായിരുന്നു? സകലതും മറഞ്ഞിരിക്കുന്നതായ പല കാര്യങ്ങളും വെളിപ്പെട്ടു വരുവാൻ ദൈവം വെളിച്ചത്തെ എന്നേക്കുമായി നിയോഗിച്ചു. ഞാൻ പറയുന്നത് ഗ്രഹിച്ച് കൂടെ നിങ്ങൾ വരുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ദൈവം വെളിച്ചത്തെ വിളിച്ച് കൊണ്ടുവന്ന് സകല അന്ധകാരങ്ങളും നീക്കി സകലം മറവായിട്ട് കിടക്കുന്നത് മുഴുവൻ പൊരുളായിട്ട് എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ വരുവാനായിട്ട് ദൈവം വെളിച്ചത്തെ വിളിച്ചു കൊണ്ടുവന്നു. വെളിച്ചം നല്ലതെന്ന് പറഞ്ഞു. ആ വെളിച്ചമാണ് സകലത്തെയും നീതിയിലേക്കും സകലത്തെയും സ്വാതന്ത്ര്യത്തിലേക്കും സകലത്തെയും വെളിച്ചത്തിലേക്കും ദൈവത്തിന്റെ വെളിച്ചത്തിലേക്ക് നമ്മളെ ആനയിക്കുന്നത്. ഇതൊരു യഹൂദ പഠനമാണ് ഞാൻ പറഞ്ഞത്. The good light was hidden away for the righteous to be revealed in the world to come. ഈ ലോകത്തിലേക്ക് ആ വെളിച്ചം ഒഴുകി വരേണ്ടത് വളരെ വളരെ ആവശ്യമുണ്ടായിരുന്നു. The womb of creation, അടുത്തൊരു ടൈറ്റിൽ എഴുതാം. Death holds life in secret, nurturing it until it is a time to be born. It is a gestation chamber of divine purpose. ഇപ്പം ഡെത്തിനെ നമുക്കൊരു ഗർഭപാത്രം പോലെ കാണുവാൻ കഴിയും, അല്ലേ? ഒരു കുഞ്ഞ് ഉരുവാകുന്നത് അമ്മയുടെ ആ ഗർഭപാത്രത്തിലാണ്. നമുക്കറിയത്തില്ല, പക്ഷെ അത് അവിടെ വളരെ വളരെ സീക്രട്ടായിട്ട് രഹസ്യമായിട്ട് അവിടെ കിടന്ന് ആ കുഞ്ഞ് പതുക്കെ പതുക്കെ വളർന്ന് അതിനൊരു ആ കുഞ്ഞിന് കിടക്കാനുള്ള ഒരു ചേംബറാണത്, അല്ലേ? ഒരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ട്, ഒരു മഹത്തായ ഒരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ആ കുഞ്ഞ് അവിടെ കിടക്കുവാണ്. ഡെത്തിനെ നമുക്ക് ഒരു അമ്മയുടെ ഗർഭപാത്രമായിട്ട് നമുക്കവിടെ കാണുവാനുള്ള അർത്ഥം അവിടെ ഉണ്ട്. യേശുവ സ്പെൻഡ് 9 months in Miriam's womb. അതായത് യഹോശുവ 9 മാസം അമ്മയായ മറിയത്തിന്റെ ഗർഭപാത്രത്തിൽ ഉണ്ടായിരുന്നു. God wrapped in flesh, hidden goodness forming in human frailty. On the cross, what looked like tragedy became thou, the ultimate hidden good. ഇവിടെ നമുക്ക് കാണുവാൻ ഞാൻ ഈ പറഞ്ഞു തന്നത്, അമ്മയുടെ ഉദരത്തിൽ യഹോശുവ 9 മാസം കിടന്നു. ആ 9 മാസം കിടന്ന ആ ദേഹരൂപത്തെ പുറത്തേക്ക് കൊണ്ടുവന്നു. എന്തിനായിരുന്നു? ഈ ലോകത്തിലെ മുഴുവൻ ജനത്തെയും നന്മയിലേക്ക്
പുനഃസ്ഥാപിച്ച് മാറ്റുവാനായിട്ട്. ആ ക്രൂശിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വളരെ വളരെ ദുഃഖകരവും ഭീകരവുമായിട്ടുള്ള ഒരു ചിത്രമായിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ അന്ത്യത്തിൽ സകലത്തെയും നന്മയാക്കുന്ന പ്രതീകമായിട്ട് ക്രൂശ് മാറുകയാണ്. ഈ ടെത്തിനെ നമുക്ക് നോക്കുമ്പോൾ ആ വരച്ചിരിക്കുന്ന നമുക്ക് ആ വരയ്ക്കുന്നത് കണ്ടായിരുന്നല്ലോ, ഒരു തലയും ഒരു വാലും. ഇറ്റ് ക്യാൻ ബെൻഡ് ടുവേർഡ്സ് ഹ്യൂമിലിറ്റി ആൻഡ് ലൈഫ്. അതായത് ആ വാലിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്, വാലും തലയെ കുറിച്ചിട്ടാണ്. ഓൺ കേൾ ഇൻവേർഡ് അപ്വേർഡ് പ്രൈഡ് ആൻഡ് ഡിസെപ്ഷൻ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു അക്ഷരമാണ്. അതായത് ഒന്നെന്ന് പറയുന്ന തല വളച്ചിങ്ങനെ നിൽക്കുന്ന ഒരു ഇത് കാണുന്നുണ്ട് നമുക്ക് ആ അക്ഷരത്തില്. അതെന്ന് പറയുന്നത് താഴ്മയുടെയും ജീവന്റെയും ഒരു പ്രതീകമായിട്ടും, അതായത് അതിന്റെ വാലിങ്ങനെ ഉയർത്തി നിൽക്കുന്നുണ്ട്, അതെന്ന് പറയുന്നത് നിഗളത്തിന്റെയും തിന്മയുടെയും പ്രതീകമായിട്ട് അതിനെ കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ പ്രത്യേകിച്ച് ടെത്തിന് ഒരു നെഗറ്റീവിന്റെയും പോസിറ്റീവിന്റെയും ആയിട്ടുള്ള ഒരു ഫീലുള്ള ഒരു അക്ഷരമാണ്. നമുക്ക് 4ാമത്തെ പോയിന്റ് എഴുതാം. സ്ക്രിപ്ചറൽ. Death appears in Tau, good, showing all creations begin with hidden goodness. നമുക്ക് ടെത്ത് എവിടെയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്ന നമ്മുടെ വിശുദ്ധ വേദഗ്രന്ഥത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ ദൈവം സകലതും നല്ലത് 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 നല്ലതെന്ന് കണ്ടു. അപ്പോ സകല സൃഷ്ടിയുടെയും ആരംഭത്തിൽ ഒരു മറഞ്ഞു കിടക്കുന്ന നന്മയുണ്ടായിരുന്നു. ദൈവം എല്ലാത്തിനെയും സൃഷ്ടിച്ചിട്ട് സകലതും തൗ 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 എന്ന് പറഞ്ഞു. സകലതും നന്മ 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 എന്ന് പറഞ്ഞു, നല്ലത് നല്ലതെന്ന് പറഞ്ഞു. യെറ്റ് ഇറ്റ് ഓൾസോ ലെറ്റർ ഓഫ് ടെൻഷൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ലെറ്റർ ഒരു നെഗറ്റീവ് കൂടെ ഉള്ള ഒരു ലെറ്ററാണ്. അതേപോലെ ഈ ലെറ്റർ കുറച്ച് ടെൻഷൻ തരുന്ന ഒരു ലെറ്റർ കൂടിയാണ്. ഗുഡ് ആൻഡ് ഈവിൾ ഇന്റർവൈൻഡ് വെയിറ്റിംഗ് ഫോർ റിഡംഷൻ. നന്മയും അല്ലെങ്കിൽ നല്ലതും തിന്മയും ഒരുമിച്ച് ഇങ്ങനെ കിടക്കുവാണ്, ഒരുമിച്ച് ചുറ്റിപ്പിണഞ്ഞ് കിടക്കുവാണ്. എന്തിനാ? വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട്, ഒരു ന്യായവിധിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്, കളകളും നല്ലതും ഒരുമിച്ച് വളരട്ടെ എന്ന് പറഞ്ഞത്. എല്ലാം ഒരുമിച്ച് വളരട്ടെ, സമയമാകുമ്പോൾ നമുക്കതിനെ വേർതിരിക്കാമെന്ന് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നു. Spiritually, death is about transformation from within. It is when God's work in the dark, forming new life in the unseen like a seed buried underground. Death whisper, don't fear the hidden season. Something holy is forming. നമ്മുടെ ജീവിതത്തില് പലപ്പോഴും ഇരുണ്ടതും നമുക്ക് ചലിക്കുവാൻ പറ്റാത്തതും, നമ്മൾ വിചാരിക്കും ഇവിടെ എല്ലാം തീർന്നു, അവസാനിച്ചു, ഇനി ഒന്നുമില്ല എന്ന് വിചാരിക്കും. പക്ഷേ അത് ഒരു ഒടുക്കമല്ല ആരുടെയും ജീവിതത്തിൽ. എന്നെ കേൾക്കുന്ന അനേകം പ്രിയപ്പെട്ടവരുണ്ടാകും, ക്ലാസ്സിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാകും, ഈ നമ്മുടെ ക്ലാസ് യൂട്യൂബിൽ കേൾക്കുന്ന അനേകം പ്രിയപ്പെട്ടവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കഷ്ടതകൾ, പ്രശ്നങ്ങൾ ഒരിക്കലും ഇനി ഉയർത്തെഴുന്നേൽക്കില്ല, ഇനി ഒരിക്കലും മുന്നോട്ടില്ല എന്ന് പറയുന്നിടത്തായിരിക്കും ദൈവം തൊടാൻ പോകുന്നത്. ദൈവം അവിടെയാണ് തൊടാൻ പോകുന്നത്. ദൈവം അവിടെയാണ് നിങ്ങൾക്ക് ഓരോ തുടക്കങ്ങൾ വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം ഒരു തൗ ആയിട്ട് മാറുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നല്ലത് എന്ന് ദൈവം നിങ്ങളെ നോക്കി പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഒരു പക്ഷേ മണ്ണിനടിയിൽ ആരും കാണാതെ ഇരുണ്ട ഒരു മറവിടത്തിൽ മാത്രമായിരിക്കും നിങ്ങളും ഈ കേൾക്കുന്നവരൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ നിങ്ങളടുത്ത് ഒന്ന് നോക്കി ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഡോണ്ട് ഫിയർ ദ ഹിഡൻ സീസൺ. ഈ ഒളിച്ചു വെക്കപ്പെട്ട ഈ സീസണെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ ഭയക്കേണ്ട. അസാധാരണമായ, അവിശ്വസനീയമായ
നിങ്ങൾക്കൊരിക്കലും തന്നെ വിചാരിക്കുവാൻ കഴിയാത്ത മേഖലകളിലേക്ക് ദൈവം നിങ്ങളെ ഉയർത്തുവാൻ പോകുന്ന ഒരു സീസൺ ആയിരിക്കും നിങ്ങൾക്ക് വരുവാൻ പോകുന്നത്. പുതിയ ജനത്തിന്റെ പുതിയൊരു വെളിച്ചത്തിലേക്ക്, വെളിച്ചത്തെ പിടിച്ചു നിർത്തിയിരുന്ന ഒരുപാട് ശക്തികൾ ഉണ്ടായിരുന്നു. ദൈവം പറഞ്ഞു, യഹിയാവോർ, വെളിച്ചമുണ്ടാകട്ടെ. അപ്പോൾ വെളിച്ചം ആയി. വെളിച്ചമുണ്ടായപ്പോൾ ദൈവം ആ വെളിച്ചത്തെ നോക്കിയിട്ട് പറഞ്ഞു, തൗ നല്ലതെന്ന് കണ്ടു. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഇപ്പോൾ പലരും മാറ്റി നിർത്തിയവരുണ്ടാകും, മാറ്റി നിർത്തിയവരുണ്ടാകും. എന്നെ കേൾക്കുന്നവരുണ്ടാകും. എനിക്ക് ഇതിനകത്ത് വ്യക്തിപരമായിട്ട് അറിയാവുന്നവരുണ്ട്. ഞാൻ അവരോട് വിളിച്ചു പറയട്ടെ, ഈ നിമിഷം ചിലപ്പോൾ സഭകളിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരിക്കൂ. നിങ്ങളൊരു സ്ഥലത്ത് സ്ഥാപിച്ചിട്ട് അവിടെ ആരും തന്നെ കയറാതിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കും. നിങ്ങൾ അനേകം ജോലി ചെയ്തിട്ടും ഒന്നും നിങ്ങളുടെ കയ്യിലേക്ക് വന്നിട്ടില്ലായിരിക്കും. രോഗത്താൽ, ഭാരത്താൽ ഒക്കെ നിങ്ങൾ തകർന്നിട്ടുണ്ടായിരിക്കും. എന്നാൽ യേശു കർത്താവ് നിങ്ങളെ നോക്കി ഈ രാത്രികാലം പറയുന്നു, മതി, ആ സീസൺ അവിടെ കഴിഞ്ഞു. ഇനി ഒരു പുതിയൊരു സീസണിലേക്ക്, ഒരു പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങളെ ദൈവം മാറ്റുവാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ബൈബിൾ പ്രതിധ്വനികൾ അല്ലെങ്കിൽ ബൈബിൾ എക്കോസ് എന്ന് പറഞ്ഞൊരു തലവാചകം എഴുതാം. ഉൽപ്പത്തി പുസ്തകം 1:4, സങ്കീർത്തനം 119:68, റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം, യെശയ്യാ പ്രവചനം 45:7-ാമത്തെ വാക്യം. ഇത്രയും നിങ്ങൾ എഴുതി കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി പറയട്ടെ, എല്ലാം ഇരുട്ടാണ്, ഇരുട്ടാണ്, ഇരുട്ടാണ്. പക്ഷേ ആ ഇരുട്ടിലേക്ക് നോക്കിയിട്ടാണ് ദൈവം പറഞ്ഞത്, വെളിച്ചമുണ്ടാകട്ടെ. ആ വെളിച്ചമുണ്ടായപ്പോൾ നമ്മുടെ ദൈവപിതാവ് പറഞ്ഞത് ഇങ്ങനെയാണ്, നല്ലത്. ഗോഡ്സ് ലൗ ഈസ് സ്റ്റിൽ അൺഫോൾഡിങ്. ദൈവത്തിന്റെ നല്ലത് എന്ന് പറയുന്നത് ആ പ്രതിധ്വനിക്കായിട്ട് നിങ്ങളുടെ ചെവികളെ, നിങ്ങളുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. സർവശക്തനും നിത്യനുമായ ഞങ്ങളുടെ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സായന്തനത്തിനായിട്ടും അനുഗ്രഹിക്കപ്പെട്ട 3 എബ്രായ അക്ഷരങ്ങൾക്കായിട്ടും ഞങ്ങൾ അവിടത്തേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഇന്ന് പഠിച്ചത് 3 അക്ഷരമാണപ്പാ. സൈൻ, ഹെത്ത്, ടെത്ത്. സൈൻ, ഇരുവായ് തലയുള്ള മൂർച്ചയുള്ള ദൈവത്തിന്റെ വചനം. ആ വചനം ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് സ്തോത്രം. ഞങ്ങൾ ഹെത്ത്, ആ കവാടത്തിലേക്ക് വരുന്നു. ഞാനാകുന്നു വാതിൽ. ആ വാതിലിലൂടെ അപ്പാ ഞങ്ങളെ കടത്തി വിടണമേ. അടുത്ത ടെത്താണപ്പാ. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ നന്മ ഏതാണ്, തിന്മ ഏതാണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാതെ കുഴങ്ങി നിൽക്കുമ്പോൾ വിവേചനത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ച് ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നടന്നു പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മുമ്പിലേക്ക് ദൈവത്തിന്റെ വെളിച്ചം പ്രകാശിക്കട്ടെപ്പാ. ഇരുളായി കിടന്നതെല്ലാം, മറവായി കിടന്നതെല്ലാം തെളിഞ്ഞു കണ്ട് ആ തെളിവിലൂടെ പ്രകാശിതമായി നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, അവിടുത്തെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. അവിടുത്തെ മുഖത്തേക്ക് നോക്കിയവർ ആരും ലജ്ജിതരായിട്ടില്ല. അവരുടെ മുഖം പ്രകാശിതമായെന്ന അവിടുത്തെ തിരുവചനം ഞങ്ങളോട് പ്രസ്താവിക്കുന്നല്ലോ. ആ തിരുവചനം നോക്കി, ആ പ്രസ്താവനയിൽ നിന്നുകൊണ്ട് അവിടുത്തെ മുഖത്തേക്ക് നോക്കി ഒരിക്കലും ഈ ഭൂമിയിൽ ലജ്ജിതരായി പോവാതെ നടക്കുവാൻ നീ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയപ്പെട്ടവരുടെ ശുശ്രൂഷകളെ, കുടുംബജീവിതത്തെ, വ്യക്തി ജീവിതത്തെ, ആത്മീയ ജീവിതത്തെ, കർത്താവെ, ഹല്ലേലൂയ, പഠനവുമായി ബന്ധപ്പെട്ട ജീവിതത്തെ എല്ലാം അനുഗ്രഹിക്കണമേ. അവരെ സ്വസ്ഥതയിലേക്ക്, ഞങ്ങളിന്ന് പഠിച്ചല്ലോപ്പ, സൈൻ, സ്വസ്ഥത, 7, ആ സ്വസ്ഥതയിലേക്ക് നടത്തി ഒരു പുതിയൊരു തുടക്കത്തിലേക്ക്
പുതിയൊരു ഒരു വെളിച്ചത്തിലേക്ക് ഒക്കെ ഞങ്ങളെ നടത്തുമാറാകണമേ. ഈ പഠിപ്പിച്ചതിൻ്റെ ഉള്ളിലുള്ള എസൻസ് കർത്താവെ, അത് അടിയൻ എത്രമാത്രം അത് പ്രകാശിപ്പിച്ചു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കർത്താവെ, അടിയന് കഴിയുന്ന രീതിയിലൊക്കെ ഇത് പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ ഒക്കെ ശ്രമിച്ചു കർത്താവെ. ഹല്ലേലൂയ. എല്ലാവരെയും സഹായിക്കണം, എല്ലാവരുടെയും കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണം, എല്ലാവരുടെയും ആത്മീയ ജീവിതത്തെ അനുഗ്രഹിക്കണം, എല്ലാവരുടെയും ശുശ്രൂഷാ മണ്ഡലങ്ങളെ അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഈ സൂം പ്ലാറ്റ്ഫോം ഒരുക്കി തരുന്ന ഷലോം ഗ്ലോബൽ മിനിസ്ട്രിയുടെ അധ്യക്ഷനും സഭാ ശുശ്രൂഷകനുമായ സജിപ്പാസ്റ്റിനെയും കുടുംബത്തെയും അവരുടെ ഹല്ലേലൂയ ആ ചർച്ചിന്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം കർത്താവെ. നിന്റെ ദേവദാസൻ കർത്താവെ വരും ദിവസങ്ങളിൽ ആ ലണ്ടന്റെ ദേശത്തേക്ക് കടന്നു പോകുന്നു, UK ദേശത്തേക്ക് കടന്നു പോകുന്നു. പ്രിയപ്പെട്ട നിന്റെ മകനെ അനുഗ്രഹിക്കണമേ. രക്തത്താൽ ഞങ്ങൾ വിമാനത്തിലും സീറ്റിലും ഒക്കെ ഞങ്ങൾ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. പോകുന്ന വഴിയിലും വരുന്നതിലെല്ലാം ദൈവത്തിന്റെ കൃപയും സാന്നിധ്യത്തിലുമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവരെയും അനുഗ്രഹിച്ചാട്ടെ, ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ചാട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഷലോം.